സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗലോകത്ത് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗീയമായ സുഖങ്ങളും ആനന്ദങ്ങളും ലഭ്യമാകുവാൻ ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വിശദീകരണത്തോടുകൂടി നമ്മുടെ ഈ വിഷയം അവസാനിപ്പിക്കാനാകുമെന്നാണ് കരുതുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. സത്യവിശ്വാസികളോട് സ്വർഗം നേടുവാൻ ആവശ്യമായ കാര്യങ്ങൾ ധാരാളമായി അല്ലാഹുവും അവന്റെ പ്രവാചകനും പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. പലതും നമ്മൾ ഇതിനകം വിശദീകരിച്ചു കഴിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെടുകയാണ്, സുഇല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അക്സരി മാ യുദ്ഖിലുൻ നാസൽ ജന്ന, ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടാൻ എന്താണ് അവർ ശ്രദ്ധിക്കേണ്ടത് എന്ന ചോദ്യത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തഖ്വല്ലാഹി വ ഹുസ്നുൽ ഖുലുഖ്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ വിധിവിലക്കുകളെ മാനിച്ചുകൊണ്ട് സൂക്ഷ്മതയോടെയുള്ള ജീവിതം, വ ഹുസ്നുൽ ഖുൽഖ്, അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു സൽസ്വഭാവം, നല്ല സ്വഭാവമാണ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക. വസുഇലാൻ അക്സരി മാ യുദ്ഖിലുൻ നാസൻ നാർ, അധിക ജനങ്ങളെയും നരകത്തിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യമെന്തെന്ന ചോദ്യത്തിന് ഫഖാല അൽ ഫമു വൽ ഫർജു, മനുഷ്യന്റെ നാവും അതുപോലെ തന്നെ അവന്റെ ലൈംഗികാവയവുമാകുന്നു നരകത്തിലേക്ക് ഏറ്റവും അടുപ്പിക്കുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിലൂടെ പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിന്റെ സർവ്വമേഖലകളിലുമുള്ള സൂക്ഷ്മതയും അതോടൊപ്പം നല്ല സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സ്വർഗം നേടണമെങ്കിൽ സൽസ്വഭാവിയായിരിക്കണം. ആളുകളോടുള്ള പെരുമാറ്റത്തിലാണല്ലോ സ്വഭാവം പ്രകടമാകൽ. അതുകൊണ്ട് സാമൂഹ്യ ജീവിയായ മനുഷ്യൻ ആളുകളോട് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും അവരുമായിട്ടുള്ള ബന്ധങ്ങളിലുമെല്ലാം നല്ല സ്വഭാവം കാത്തു സൂക്ഷിക്കണം. അത് സ്വർഗപ്രവേശനത്തിന് ഏറ്റവും അനിവാര്യമായ സംഗതിയാണെന്ന് ഇതിലൂടെ വിശദീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലഖദ് റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്നതി ഫീ ഷജറത്തിൻ ഖതഅഹാ മിൻ ളഹിരി ത്വരീഖ് കാനത് തുഅദി നാസ്, റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. ഒരാള് സ്വർഗത്തിൽ അയാള് സഞ്ചരിക്കുന്നതായി എനിക്ക് കാണാൻ സാധിച്ചു. എന്തേ കാരണം? ഫീ ഷജറത്തിൻ, ഒരു വൃക്ഷത്തിന്റെ കാര്യത്തിലാണ് അയാൾക്ക് സ്വർഗം കിട്ടിയത്. ഖതഅഹാ, ആ വൃക്ഷം അയാള് അതല്ലെങ്കിൽ ആ മരം അയാൾ മുറിച്ചു നീക്കി. എന്ത് കാരണത്താൽ? മിൻ ളഹിരി ത്വരീഖ്, അത് വഴിയിലായിരുന്നു. വഴിയിൽ കാനത് തുഅദി നാസ്, വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക്, സഞ്ചരിക്കുന്ന ആളുകൾക്ക് തടസ്സമുണ്ടാക്കിയിരുന്ന, ഉപദ്രവമുണ്ടാക്കിയിരുന്ന ഒരു മരമുണ്ടായിരുന്നു. ആ മരം മുറിച്ച് നീക്കി ആളുകൾക്ക് സഞ്ചാരപഥം എളുപ്പമാക്കി കൊടുത്തത് കാരണത്താൽ ആ മനുഷ്യന് സ്വർഗം ലഭിച്ചതായി എനിക്ക് കാണിക്കപ്പെട്ടു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹീഹ് മുസ്ലിമിൽ തന്നെ കാണാം മറ്റൊരു റിപ്പോർട്ട്, മർറ റജുലുൻ ബിഗുസ്നി ശജറത്തിൻ അലാ ളഹിരി ത്വരീഖിൻ ഫഖാല വല്ലാഹി ലഉനഹിയന്ന ഹാദാ അനിൽ മുസ്ലിമീന ലാ യുദീഹിം ഫഉദ്ഖിലൽ ജന്ന. ഒരാള് ഒരു മരത്തിന്റെ കൊമ്പ്, ഒരു മരത്തിന്റെ കമ്പ് വഴിക്കവലയിലേക്ക് തൂങ്ങി നിൽക്കുകയും അതിലൂടെ നടന്നു പോകുന്ന മുസ്ലിമീങ്ങൾക്ക് അത് വല്ലാത്ത ഉപദ്രവമുണ്ടാക്കുകയും ചെയ്തിരുന്നതുകൊണ്ട് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. എന്ത് പ്രയാസം സഹിച്ചുകൊണ്ടും ഈ മരക്കൊമ്പയുടെ നിന്ന് ഞാൻ വെട്ടി നീക്കും, അതല്ലെങ്കിൽ നീക്കം ചെയ്യും. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് അവരുടെ നടപ്പാത സൗകര്യമാക്കി കൊടുത്തത് കാരണത്താൽ ഫൗദ്ഖിലൽ ജന്ന, അയാൾ സ്വർഗപ്രവേശനത്തിന് യോഗ്യനായെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കെല്ലാവർക്കും അറിയാം, ഈമാനിൽപ്പെട്ടതാണ് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കം ചെയ്യൽ. ഇത് മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നടക്കുന്ന നടപ്പാതയിലും ആളുകൾ കൂടുന്നിടത്തും സഞ്ചരിക്കുന്നിടത്തുമൊക്കെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
എനിക്കാവശ്യമില്ലാത്ത മാലിന്യങ്ങൾ എന്റെ പറമ്പിലല്ല, മറ്റൊരുത്തന്റെ പറമ്പിലേക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾ നടക്കുന്ന നടപ്പാതയിലേക്ക് വലിച്ചെറിഞ്ഞ്, ഷോപ്പുകളിൽ നിന്ന് ബാക്കിയുള്ള ചീഞ്ഞ തക്കാളിയും മറ്റു വസ്തുക്കളും എറിഞ്ഞ്, നമ്മുടെ വീടുകളിൽ നിന്ന് ഒഴുക്കപ്പെടുന്ന മലിനജലത്തിന്റെ ഓടജലങ്ങൾ ജനങ്ങൾ സഞ്ചരിക്കുന്ന ഊടുവഴികളിലേക്കും റോഡുകളിലേക്കും തിരിച്ചുവിട്ട്, അതുപോലെ തന്നെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലക്കുള്ള സഞ്ചാര പാതകളിൽ തടസ്സം സൃഷ്ടിക്കൽ ഗൗരവമുള്ള കുറ്റമാണ്, ഈമാനിന് വിരുദ്ധമാണ്. ഈമാനിൽപ്പെട്ടതാണ്. ഒരു മുസ്ലിമിന്റെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ അവൻ വഴിയിൽ ഉപദ്രവങ്ങൾ വലിച്ചിട്ടുകൂടാ, മറിച്ച് വഴിയിലുള്ള ഉപദ്രവങ്ങളെ നീക്കം ചെയ്യാനുള്ള പരിശ്രമമാണ് അവന്റെ ഈമാനിന്റെ ഭാഗം. അതിനോടനുബന്ധമായിട്ടാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആളുകൾക്ക് നടക്കാൻ അസൗകര്യമുണ്ടായിക്കൊണ്ടിരുന്ന ഒരു കൊമ്പ്, അതല്ലെങ്കിൽ ഒരു മരം അവിടെ നിന്ന് മുറിച്ചു നീക്കിക്കൊണ്ട് സഞ്ചാരപഥം എളുപ്പമാക്കി കൊടുത്ത മനുഷ്യന് സ്വർഗപ്രവേശനത്തിനത് കാരണമായി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം നേടാൻ ലഭ്യമായ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോ ചെറുതും വലുതുമായ ഈ എല്ലാ യാഥാർത്ഥ്യങ്ങളും നമ്മുടെ മനസ്സകങ്ങളിൽ ഉണ്ടാകണം. അതുപോലെ അവിടുന്ന് പറഞ്ഞൊരു സംഭവം, ഒരു നായ അത് മണ്ണ് തിന്നുകൊണ്ട് വരികയാണ്, ദാഹിച്ച് വലഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരു മനുഷ്യൻ അത് കണ്ടപ്പോൾ അയാളുടെ കാലിലെ പാദരക്ഷ ഊരിയെടുത്ത്, ഷൂ ഊരിയെടുത്ത് കിണറ്റിലിറങ്ങിയിട്ട് ആ നായയുടെ ദാഹം തീരുവോളം വെള്ളം കൊടുത്തത് കാരണത്താൽ ഫശക്കറല്ലാഹു ലഹു ഫഅദ്ഖലഹുൽ ജന്ന. സഹീഹുൽ ബുഖാരി. ഒരു ദാഹിച്ച് വലഞ്ഞു വന്ന മിണ്ടാപ്രാണിയായ നായയുടെ ദാഹം തീർത്തതിന്റെ പേരിൽ ഒരു മനുഷ്യന് സ്വർഗപ്രവേശനത്തിന്റെ നിമിത്തമായി. ഇതൊക്കെ മുഅ്മിനീങ്ങളുടെ കാര്യം പറയുന്നു കേട്ടോ. ഈമാനില്ലാത്തവന്റെ ഒരു പ്രവർത്തനത്തിനും വിലയില്ല, ഒരു കാരുണ്യ പ്രവർത്തനത്തിനും വിലയില്ല എന്ന് ഇന്നത്തെ ഖുതുബയിലൂടെ നിങ്ങളെല്ലാം ശ്രവിച്ചു കഴിഞ്ഞതാണ്. അതിതിലേക്കെല്ലാം ബാധകമാണ്. വിശ്വാസം ശരിയാവാതെ, അതല്ലെങ്കിൽ മാലോകരുടെ പ്രീതിയും പ്രശംസയും ഒക്കെ മോഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ജനോപകാര പ്രവർത്തനങ്ങൾക്കും അള്ളാഹുവിന്റെ അടുക്കൽ തരിമ്പും മൂല്യമില്ല. അതുകൊണ്ട് ഈമാനും ഇഖ്ലാസും ഈ പറയുന്നതിനൊക്കെ ബേസാണ്, അടിത്തറയാണ്. അപ്പൊ ഒരു നായക്കൊരു മിണ്ടാപ്രാണിക്ക് വെള്ളം കൊടുത്താലുള്ള പുണ്യം പോലും ഇത്രയാണെങ്കിൽ ഒരു മനുഷ്യന്റെ ദാഹം തീർക്കുന്നതിൽ എത്രത്തോളം പുണ്യമുണ്ടാകും. ഇതിന് നിമിത്തമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ അയൽവാസിയെ ആദരിക്കണം. സ്വർഗം നേടണമെങ്കിൽ അയൽവാസിയെ ആദരിക്കണം. തന്റെ അയൽക്കാരന് തന്റെ നാവുകൊണ്ട് പോലും ഉപദ്രവം ഉണ്ടായിക്കൂടാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്ന ഫുലാന തഖൂമുൽ ലൈല വതസൂമുൻ നഹാറ വതഫ്അലു വതതസദ്ദഖു വതുഅദി ജീറാനഹാ ബിലിസാനിഹാ. ഒരു പെണ്ണിനെ കുറിച്ച് ചോദിക്കുകയാണ്. ആ സ്ത്രീയുടെ സ്വഭാവം, അവൾ രാത്രിയേറെ നിസ്കരിക്കുന്നുണ്ട്, പകലിൽ സുന്നത്ത് നോമ്പെടുക്കുന്നുണ്ട്, പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ധർമ്മം ചെയ്യുന്നുണ്ട്. പക്ഷേ അവളുടെ നാവുകൊണ്ട് അവൾ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷെ നാവുകൊണ്ട് അയൽവാസിയെ ഉപദ്രവിക്കും. നാവടക്കി വെക്കൂല, മോശമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഖൈറ ഫീഹാ ഹിയ മിൻ അഹ്ലിൻ നാർ. ഒരു നന്മയും അവളിലില്ല, അവൾ നരകാവകാശിയാണ്, അവൾ നരകക്കാരിയാണ്. അതേ അവസരത്തിൽ ചോദിക്കപ്പെടുകയാണ്, ഫുലാന തുസല്ലിൽ മക്തൂബ. ഒരു സ്ത്രീ, അവൾ സുന്നത്തൊന്നും അധികം നിസ്കരിക്കാറില്ല, രാത്രിയിലെ നിസ്കാരമൊക്കെ വല്ലാത്ത ദീർഘമൊന്നുമില്ല, പക്ഷേ നിർബന്ധ നിസ്കാരങ്ങളിൽ കണിശതയുണ്ട്, ധർമ്മം ചെയ്യും, ഉള്ളതുകൊണ്ട് ധർമ്മം ചെയ്യുകയും ചെയ്യും. പക്ഷേ വലാ തുഅ്ദീ അഹദാ, ഒരാൾക്കും ആ പെണ്ണ് ഉപദ്രവം ചെയ്യൂല, ഒരാളോടും ഉപദ്രവവും ദ്രോഹവും ശല്യവും കാണിക്കാത്ത പെണ്ണാണ്. ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഹിയ മിൻ അഹ്ലിൽ ജന്ന, അവൾ സ്വർഗാവകാശിയാകുന്നു. അപ്പൊ സ്വർഗവും നരകവും കിട്ടാനുള്ള മാനദണ്ഡങ്ങൾ പറഞ്ഞെടുത്ത് നല്ലൊരു സ്വഭാവം പറഞ്ഞിരിക്കുകയാണ്, സൽസ്വഭാവം പറഞ്ഞിരിക്കുകയാണ്. നാവ് കൊണ്ട് ഒരാളെ ഉപദ്രവിക്കരുത്. അതിന്റെ അയൽക്കാരനാകുമ്പോ ബാധ്യത കൂടുകയാണ്. ഒരാളെയും നാവ് കൊണ്ട് ഉപദ്രവിക്കാൻ പാടില്ല. അയൽക്കാരനാകുമ്പോ പ്രത്യേകിച്ചും കടമയാണ്. അത് ബന്ധുവാകുമ്പോ പ്രത്യേകിച്ചും 3 കടമകളായി. ബന്ധുവാണ്, മുസ്ലിമാണ്, അയൽക്കാരനാണ്, ആരോടും ഒരു ഉപദ്രവവും പാടില്ല എന്ന് ഇസ്ലാം ഗൗരവത്തോടെ പറയാണ്. അതല്ലെങ്കിൽ നരകമാണ്. അത് സൂക്ഷിച്ചാൽ സ്വർഗമുണ്ട്. ഇനി അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്, അനാഥയെ പരിപാലിക്കൽ. മൻ ലമ്മ യതീമൻ ലഹു ഔ ലിഗൈരിഹി ഹത്താ യുഗ്നിയഹു അല്ലാഹു അൻഹു വജബത് ലഹുൽ ജന്ന. ആരെങ്കിലും ഒരു യതീമിനെ കൂട്ടിപ്പിടിച്ചാൽ,
തന്റെ ബന്ധുവായ യതീമാണ്, അതല്ലെങ്കിൽ തന്റെ ബന്ധുവൊന്നുമല്ല ഒരകന്ന യതീമാണ്, ആ കുട്ടിയുടെ കാര്യം സംരക്ഷിച്ച് അവന്റെ സ്വത്ത് നോക്കി നടത്തി അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവന് സമൂഹത്തിൽ നഷ്ടപ്പെട്ട ആ അവഗണന വീണ്ടെടുത്ത് അതിൽ അവന് വേണ്ട രൂപത്തിലുള്ള പരിഗണനകളെല്ലാം കൊടുത്ത് ഹത്താ യുഗ്നിയഹുല്ലാഹു അൻഹു, റബ്ബ് അവന്റെ കാര്യത്തിൽ അവനൊരു ധന്യത കൈവരുന്നത് വരെ ആ അനാഥ കുട്ടിയെ ആരെങ്കിലും സംരക്ഷിച്ചാൽ വജബത് ലഹുൽ ജന്ന, അവന് സ്വർഗം അനിവാര്യമായിരിക്കുന്നു. അപ്പൊ സ്വർഗപ്രവേശം അനാഥകളോട്, അഗതികളോട് നമ്മളൊന്ന് ഖുത്ബയിൽ വിശദീകരിച്ചതുപോലെ ആ കരുണാ മനസ്സ് സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നു. അതുപോലെ തന്നെ വിധിയിൽ നീതി കാണിക്കണമെന്ന് ഇസ്ലാം പറയുകയാണ്. സ്വർഗം നേടാൻ കാരണം നീതിയിൽ നിലകൊള്ളുന്നുവെങ്കിൽ നീതിയിൽ നിന്ന് വിട്ടുപോയാൽ നരകത്തിലേക്കാണെന്നും ഇസ്ലാം പറയുകയാണ്. അൽ ഖുദാതു സലാസത്തുൻ വാഹിദുൻ ഫിൽ ജന്ന വയസ്നാനി ഫിന്നാർ. വിധി പറയുന്നവര് 3 നിലക്കുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ ഏത് കക്ഷിയോട് ചേർന്ന് നിൽക്കണം, അത് കോടതിയിലെ ജഡ്ജിമാരെ കുറിച്ച് മാത്രമല്ല, ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ എവിടെയാണ് നമ്മൾ പക്ഷം ചേരേണ്ടത്, ഏതിനോടാണ് ഒട്ടി നിൽക്കേണ്ടത്, ഏതുമായിട്ടാണ് ബന്ധം സ്ഥാപിക്കേണ്ടത്, ഇങ്ങനെ ഒരു വിധി പറയേണ്ട ഘട്ടത്തിൽ, ഒരു തീരുമാനമെടുക്കേണ്ടുന്ന ഘട്ടത്തിൽ തീരുമാനമെടുക്കുന്ന കക്ഷികൾ 3 വിധമുണ്ട്. അതാണ് അൽ ഖുദാത്ത്. തീരുമാനമെടുക്കുന്നവർ, വിധിക്കുന്നവർ 3 നിലക്കുണ്ട്. വാഹിദുൻ ഫിൽ ജന്ന, വാഹിദുൻ ഫിൽ ജന്ന, അതിൽ ഒരാൾ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ. വസ്നാനി ഫിന്നാർ, 2 വിഭാഗവും നരകത്തിലാകുന്നു. ആരാ സ്വർഗത്തിൽ പോകുന്നവർ? ഫഅമ്മല്ലദീ ഫിൽ ജന്ന ഫറജുലുൻ അറഫൽ ഹഖ്ഖ ഫഖദാ ബിഹി. ആരാണ് സ്വർഗത്തിൽ പോകുന്ന കക്ഷി? ഫറജുലുൻ, അയാള് അറഫൽ ഹഖ്ഖ, സത്യം അയാള് മനസ്സിലാക്കിയിട്ട് ഫഖദാ ബിഹി, ആ സത്യത്തിന് അനുകൂലമായി കൊണ്ടയാള് തീരുമാനം പറഞ്ഞു, വിധി പറഞ്ഞു. ഒരു വിഷയത്തിൽ ഒരു കേസിൽ അയാൾ ശരിക്ക് കേസ് പഠിച്ചു വാദിയുടെയും പ്രതിയുടെയും ഒക്കെ ന്യായങ്ങളും അന്യായങ്ങളും ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളൊക്കെ കൃത്യമായി അയാൾ പഠിച്ചു. അയാൾക്ക് മനസ്സിലായ ഒരു സത്യം, ആ സത്യത്തിന് അനുകൂലമായി അയാൾ ഇനി ഒന്നും നോക്കില്ല ഞാനെന്ന നിലക്ക് സത്യത്തിന്റെ ഭാഗത്ത് അയാൾ വിധി പ്രഖ്യാപിച്ചെങ്കിൽ അയാൾക്ക് സ്വർഗമുണ്ട്. 2 ആള് നരകത്തിലാന്ന് പറഞ്ഞില്ലേ, അതാരാ? വറജുലുൻ അറഫൽ ഹഖ്ഖ ഫജാറ ഫിൽ ഹുക്മി ഫഹുവ ഫിന്നാർ വറജുലുൻ ഖദാ ലിന്നാസി അലാ ജഹ്ലിൻ ഫഹുവ ഫിന്നാർ. നരകത്തിൽ പോകുന്ന ആളുകളെയാ പറയുന്നത്. വറജുലുൻ, ഒരാൾ അറഫൽ ഹഖ്ഖ, അയാൾക്കറിയാം ഒരു വിഷയത്തിലെ ഹഖ് എന്താണെന്ന്, പക്ഷെ അയാൾ സത്യത്തിന്റെ കൂടെ നിന്ന് ആ സത്യത്തിന് വിധി പറയാതെ ഫജാറ ഫിൽ ഹുക്മി, അയാൾ വിധിയിൽ പക്ഷം ചേർന്ന് കൃത്രിമം കാണിച്ചു എങ്കിൽ ഫഹുവ ഫിന്നാർ, അയാൾ നരകക്കാരനാണ്. വറജുലുൻ ഖദാ ലിന്നാസി അലാ ജഹ്ലിൻ, ഒരു കാര്യത്തിൽ ഒരു തീർപ്പ് പറയാൻ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി അയാൾ പഠിച്ചില്ല, കേട്ടില്ല, മനസ്സിലാക്കിയില്ല. അതേ അവസരത്തിൽ അയാൾ എന്ത് ചെയ്തു? വിവരക്കേട് കൊണ്ട് ഫത്വ കൊടുത്തു. വിവരക്കേടാണ് അയാൾ വിധിച്ചത്. ഒരു കാര്യത്തിലും എടുത്തു ചാടിയിട്ട് തീരുമാനം പറയാൻ മുസ്ലിമീങ്ങൾക്ക് പാടില്ല, പക്ഷം ചേരാൻ പാടില്ല. വിഷയം പഠിക്കണം, കാര്യങ്ങൾ അന്വേഷിക്കണം, ഗ്രഹിക്കണം. അങ്ങനെ സത്യത്തിന്റെ കൂടെ നിന്ന് ആ സത്യത്തിന് അനുകൂലമായി വിധിച്ചവരല്ലാത്തവരൊക്കെ നരകത്തിലാണ് പോകുന്നത്. സത്യമറിഞ്ഞിട്ടും അതിനെതിരെ പറഞ്ഞവനും വിവരക്കേട് കൊണ്ട് അസത്യം വിധിച്ചവനും ഫഹുവ ഫിന്നാർ, അവനും നരകത്തിലാകുന്നു. അപ്പൊ സ്വർഗത്തിൽ പോകണമെങ്കിൽ നീതിയുടെ പക്ഷത്ത് നിൽക്കണം. അത് ഇസ്ലാം പറയുന്ന ഒരു സംഗതിയാണ്. കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ കേസും കൂട്ടവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ആരുടെ കൂടെ നിൽക്കണം? എന്റെ കുടുംബാണ്, എന്റെ ആളാണ് നോക്കിയിട്ടല്ല, എവിടെയാ ഹക്ക് എന്ന് നോക്കിയിട്ടാ നിൽക്കേണ്ടത്. അതിർത്തി തർക്കങ്ങൾ, സ്വത്തു തർക്കങ്ങൾ, കുടുംബ തർക്കങ്ങൾ, പല രൂപത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോ എവിടെ കക്ഷി ചേരണം? പലപ്പോഴും അന്യായമാണ് എന്റെ കക്ഷി ചെയ്തതെങ്കിലും അത് എന്റെ ആളാ, എന്റെ ബാപ്പയാ, എന്റെ ഉമ്മയാ, എന്റെ ജ്യേഷ്ഠനാ, അനുജനാ, കുടുംബമാ, അയൽക്കാരനാ, പാർട്ടിക്കാരനാ, ഗ്രൂപ്പുകാരനാ എന്നൊക്കെ പറഞ്ഞിട്ട് കക്ഷി ചേരാറുണ്ട്. ഇസ്ലാം പറഞ്ഞത് നിങ്ങൾക്ക് തന്നെയും എതിരായിരുന്നാലും ഹക്കിന്റെ കൂടെ മാത്രമേ നിൽക്കാവൂ. പിന്നല്ലേ മറ്റുള്ളവരുടെ കാര്യം.
വലൗ അലാ അൻഫുസികും വബിൽ വാലിദൈനി വൽ അഖ്റബീൻ ഇൻ യകുൻ ഗനിയൻ ഔ ഫഖീറൻ ഫല്ലാഹു ഔലാ ബിഹിമാ വലാ തത്തബിഉൽ ഹവാ അൻ തഅദിലൂ. നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിലകൊള്ളണം മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ. ആ നീതിയുടെ ഭാഗത്ത് നിങ്ങൾ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് തന്നെ നഷ്ടം വന്നാലും, അത് മാതാപിതാക്കൾക്കെതിരായിരുന്നാലും അടുത്ത ബന്ധുക്കൾക്കെതിരായിരുന്നാലും, ഇനി പണക്കാരനെതിരായാലും പാവപ്പെട്ടവനെതിരായിരുന്നാലും, നിങ്ങൾ നിങ്ങളുടേതായ ദേഹേച്ഛകളെ പിൻപറ്റിക്കൊണ്ട് തീരുമാനം പ്രഖ്യാപിക്കരുത്. നിങ്ങൾ പക്ഷം ചേരുമ്പോ നിങ്ങൾ സത്യത്തിന്റെ കൂടെ പക്ഷം ചേർന്ന് നിൽക്കണേ. അതാണ് ന്യായം, അതാണ് നീതി എന്ന് ഇസ്ലാം പറയാം. അതിനെതിരാണ് ചെയ്യുന്നതെങ്കിൽ കനത്ത ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ള പറയാം. അപ്പൊ സ്വർഗം നേടാൻ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോ നീതി വേണം എന്ന് ഇസ്ലാം പറയാം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ഷഹീദിന് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ വിശദീകരിച്ചതാണ് ശുഹദാഇന്റെ പുണ്യം. എന്നാൽ അതോടൊപ്പം നിബിതങ്ങൾ ചേർത്തു പറഞ്ഞിട്ടുണ്ട്, മൻ ഖുതില ദൂന മാലിഹി മദ്ലൂമാ ഫലഹുൽ ജന്ന. ആരെങ്കിലും തന്റെ സ്വത്ത് സംരക്ഷണത്തിന് വേണ്ടി പ്രതിരോധത്തിൽ ഏർപ്പെട്ട ഘട്ടത്തിൽ കൊല്ലപ്പെട്ടാൽ, അക്രമി വന്നുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യന്റെ സ്വത്ത് കവരുകയാണ്, ആ നേരത്തെ തന്റെ സ്വത്തിന്റെ സംരക്ഷണാർത്ഥം ആ മനുഷ്യനങ്ങ് പ്രതിരോധിച്ചു നിന്നപ്പോ ഈ അക്രമി ഈ പാവപ്പെട്ട മനുഷ്യനെ കുത്തിക്കൊന്നാൽ ഫലഹുൽ ജന്ന, ഈ മർദ്ദിതനായ മനുഷ്യന് സ്വർഗമുണ്ട്. അയാൾക്കും സ്വർഗമുണ്ട്. അയാൾ അയാളുടെ അഭിമാനത്തിനും അയാളുടെ സമ്പത്തിന്റെയും സംരക്ഷണാർത്ഥം പോരാടിയ മനുഷ്യനാണ്. സ്വർഗത്തിന് കാരണമാണ്. ഇനി സൽപ്രവൃത്തിയിലായിരിക്കെ മരണപ്പെടൽ സ്വർഗത്തിലേക്കുള്ള പാതയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ നിന്ന് ഞാൻ കാതോർത്തുകൊണ്ട് കേൾക്കുകയുണ്ടായെന്ന് ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്തിഗാഅ വജ്ഹില്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ടത് പറയുകയും അങ്ങനെ തന്നെ അയാൾ അവസാനത്തെ വാക്കതായിക്കൊണ്ട് മരണപ്പെടുകയും ചെയ്താൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗപ്രവേശനത്തിന് അർഹനായിരിക്കുന്നു. അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നത് അതിലുള്ള വിശ്വാസത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ലൊരു കാര്യം ചെയ്തുകൊണ്ട് മരിക്കുകയാണ്, അല്ലെങ്കിൽ നല്ലൊരു കാര്യം പറഞ്ഞുകൊണ്ട് മരിക്കുകയാണ്. വമൻ സാമ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ദിവസത്തിൽ നോമ്പെടുത്തു, ഖുതിമ ലഹു ബിഹാ, ആ നോമ്പുകാരനായിരിക്കെ അയാളങ്ങ് മരിച്ചു പോവുകയാണെങ്കിൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കെ മരിക്കുന്നതൊരു സൗഭാഗ്യം. വമൻ തസദ്ദഖ ബിസദഖത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ ധർമ്മം ചെയ്തു, അതായിരുന്നു അയാളുടെ അവസാനത്തെ പ്രവർത്തനം. അങ്ങനെ ഒരു ധർമ്മം അവസാനത്തെ പ്രവർത്തനമായി അങ്ങനെ തന്നെ അവസാനം ജീവിതം അതോടുകൂടി അവസാനിക്കപ്പെടുകയാണ്. അങ്ങനെ മരിച്ചു പോകുന്ന മനുഷ്യനും ദഖലൽ ജന്ന, അയാളും സ്വർഗപ്രവേശനത്തിന് അർഹനായി. എന്തൊക്കെ ഇവിടെ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരണനേരം അത് പറഞ്ഞ അവസാന വാക്കായി മരിക്കാൻ കഴിയുക, നോമ്പുകാരനായിരിക്കെ മരിക്കാൻ കഴിയുക, സദഖ ചെയ്ത് മരിക്കാൻ കഴിയുക, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മരിക്കാൻ കഴിയുക, ഒരു സൗഭാഗ്യമാണ്. ഇസ്ലാം എപ്പോഴും നമ്മോട് പറയുന്നുണ്ട്, എപ്പോഴും നിങ്ങൾ എവിടെ വെച്ച് മരിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറം ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത് എങ്ങനെ മരിക്കുന്നു എന്നാണ്. എവിടെ വെച്ചും മരിക്കാം. അള്ളാഹ് നിശ്ചയിച്ചൊരു ഭൂമിയിൽ വെച്ച് നമ്മൾ മരിക്കും. അള്ളാഹു നിശ്ചയിച്ചൊരു സ്ഥലത്ത് നമുക്ക് ഖബർ ഒരുങ്ങും. ഇതിലൊന്നും ഒരു സംശയമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. ശരി, എവിടെയാണെങ്കിലും ഇസ്ലാമിന് നിർബന്ധമായൊരു കാര്യം എവിടെ വെച്ച് മരിക്കുക എന്നുള്ളതല്ല. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഓ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം തഖ്വ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണേ. നിങ്ങൾ മരിച്ചു പോകരുതേ. ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായ നിലയിലല്ലാതെ. മരിക്കുന്നത് മുസ്ലിമായ നിലയിലാവണം. മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടവന്, അള്ളാഹുവിന് കീഴ്പ്പെട്ട സന്തോഷമുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ട് എപ്പോഴും ഇരിക്കണം എന്ന് പറയുന്നതിനാണ്. ഹറാമ് ചെയ്യരുത് എന്ന് പറയുന്നതിന്. നമ്മളൊരു ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ മരണം വരുന്നതെങ്കിലോ? ബാറുകളിൽ വെച്ച് മരിച്ചു, വിചാരശാലകളിൽ വെച്ച് മരണപ്പെട്ടു,
പരസ്പരം അതുപോലെ തന്നെ പലയിടങ്ങളിലും തെറ്റായ സ്ഥലങ്ങളിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയിൽ കൊല്ലപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകൾ മുസ്ലിമീങ്ങളായ ആളുകളുടെ പേരിൽ നമ്മൾ കേൾക്കാറില്ലേ, വായിക്കാറില്ലേ? എത്ര വലിയ ദുരന്തമാണത്, എത്ര മോശമായ മരണങ്ങളാണത്. അതേ അവസരത്തിൽ നല്ലത് പറഞ്ഞു നല്ലത് ചെയ്ത് നല്ലൊരു സദസ്സിലിരിക്കെ, അതല്ലെങ്കിൽ നല്ലൊരു കാര്യം അവസാനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയിരിക്കെ, അങ്ങനെ തന്നെ ഒരു തിന്മയുടെ സദസ്സിലേക്ക് പോകാതെ, തിന്മയുടെ കേന്ദ്രങ്ങളിൽ പോയിരിക്കാതെ, നല്ല നല്ല കാര്യങ്ങൾ അവനവനെ കൊണ്ട് കഴിയുന്നത് അങ്ങനെ ചെയ്ത് ആ നിലക്ക് ജീവിതത്തോട് വിട പറയാൻ സാധിച്ചാൽ ദഖലൽ ജന്നാവന് സ്വർഗപ്രവേശനത്തിന് യോഗ്യത ലഭിക്കുന്നു എന്നാണ് ഈ വചനങ്ങളൊക്കെ മനസ്സിരുത്തി ചിന്തിക്കുമ്പോ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത് ഹറാമുകളുടെ കേന്ദ്രങ്ങളിലേക്ക് പോകരുത്. ഇവിടെ വച്ചാ മരിക്കുന്നതെങ്കിലോ, ഒരു തിന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മരിക്കുന്നതെങ്കിലോ, അവസാനം ചെയ്തൊരു തിന്മ കഴിഞ്ഞിട്ടാ മരിക്കുന്നതെങ്കിലോ, അതുകൊണ്ട് സൂക്ഷിക്കണം ഇസ്ലാം പറയാം. അതുപോലെ തന്നെ പറയുന്നു, നമുക്കൊക്കെ ശ്രദ്ധിച്ചാൽ നേടാവുന്ന വലിയ സൽക്കർമ്മം, മൻ സാബറ അല സനതൈ അശറത റകഅതൻ ഫിൽ യൗമി വൽ ലൈല ദഖലൽ ജന്ന. ആരെങ്കിലും 12 റകഅത്ത് നിസ്കാരം രാത്രിയിലും പകലിലുമായിക്കൊണ്ട് സ്ഥിരോത്സാഹത്തോടുകൂടെ നിർവഹിച്ചാൽ, സാബറ എന്നാണ് നബി തങ്ങൾ പ്രയോഗിച്ച പദം. സാബറ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകാതെ വളരെ ഉത്സാഹത്തോടെ ശ്രദ്ധയോടെ സ്ഥിരമായി അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നുവെങ്കിൽ, നമുക്ക് എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ഒരു ളുഹറിന്റെ മുമ്പ് 4 നിസ്കരിക്കലല്ല, 12 റകഅത്ത് മുഅക്കദായ റവാത്തിബ് സുന്നത്ത് സ്ഥിരോത്സാഹത്തോടുകൂടി, സാബറ മുസാബറത്ത് സ്ഥിരമായ ഉത്സാഹം, അങ്ങനെ ഒരാൾ നിർവഹിച്ചാൽ അവന് സ്വർഗമുണ്ട്. അർബഅൻ ഖബ്ല ളുഹരി, ളുഹറിന്റെ മുമ്പ് 4, വറകഅതൈനി ബഅദഹാ, ളുഹറിന്റെ ശേഷം 2. അപ്പൊ ളുഹറുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ 6 ഉണ്ട്. ളുഹറുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ 6 ഉണ്ട്. ളുഹറിന്റെ മുമ്പ് 4, 2 നിസ്കരിക്കുക, 2 നിസ്കരിക്കുക, ളുഹർ 4 നിസ്കരിച്ചു, ശേഷം 2 റകഅത്ത് പിന്നെ അത് 4 നിസ്കരിക്കാം. ളുഹറിന്റെ ശേഷം ഉണ്ട് 4 മുഅക്കദായി പറയുന്നത്, ഏറ്റവും ശ്രേഷ്ഠമായതാ പറയുന്നത്. വറകഅതൈനി ബഅദൽ മഗ്രിബി, മഗ്രിബിന്റെ ശേഷം 2, വറകഅതൈനി ബഅദൽ ഇശാ, ഇശാഇന് ശേഷം 2, വറകഅതൈനി ഖബ്ലൽ ഫജ്രി, ഫജ്റിന്റെ മുമ്പ് 2. ഇതൊക്കെ വളരെ മുഅക്കദായ സുന്നത്താ പറയുന്നത്. ഇതല്ലാത്തത് അർബഅൻ ഖബ്ലൽ അസ്ർ ഉണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അസറിന്റെ മുമ്പ് 4 നിസ്കരിക്കുന്നവനെ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ എന്ന് മുൻകൂട്ടി അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്. അസറിന്റെ മുമ്പ് 4 നിസ്കരിക്കുക, അതുപോലെ തന്നെ ളുഹറിന്റെ മുമ്പ് 4 നിസ്കരിക്കും പോലെ ശേഷവും 4 നിസ്കരിക്കുക. നമ്മളിങ്ങനെ വിചാരിക്കും ഒരു 12 റകഅത്ത് സ്ഥിരം നിസ്കരിച്ചപ്പോ സ്വർഗം കിട്ടും. ആ കിട്ടുന്ന അള്ളാന്റെ റസൂല് പറയുന്നത് ഇത് കുറച്ച് പ്രയാസം. നമ്മൾ ഈ കേൾക്കുന്ന ഈ സ്വർഗം കിട്ടും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കണം വളരെ എളുപ്പമാണല്ലോ, ഇത്രയുള്ള സ്വർഗം കിട്ടാൻ. ആരാത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നു? നമുക്ക് കഴിയുന്നുണ്ടോ? സ്ഥിരമായി കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ഇന്ന് എത്ര പേര് നിസ്കരിച്ചു? ഓരോരുത്തരോട് ചോദിക്ക്. ഇന്ന് ഫജ്റിന്റെ മുമ്പ്, ഇന്നിപ്പോ ജുമയാണ്, ജുമയ്ക്ക് മുമ്പ് പ്രത്യേകം സുന്നത്തില്ല, ശേഷമുണ്ട് 4 ഉണ്ട്, അല്ലെങ്കിൽ 2 ഉണ്ട്, മഗ്രിബിന്റെ ശേഷം ഇശാഇന്റെ ശേഷം, ഇന്നലെ, ഇനി നാളെ നമ്മുടെ ജീവിതം എന്ത്? ചിന്തിക്കണം. ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക എത്ര ലളിത, സ്വർഗം കിട്ടാൻ അത്ര വലിയ പ്രയാസം പറഞ്ഞിട്ട് ഇതൊക്കെ എത്ര എളുപ്പ. പക്ഷെ ഇത് ചെയ്യുന്നവരാരാ? ഇതിലാർക്കാണ് മുസാബറത്തുള്ളത്? ആർക്കാണ് സ്ഥിരോത്സാഹമുള്ളത്? അതുകൊണ്ട് ഫർദ് നിസ്കാരം സൂക്ഷ്മതയോടെ ജമാഅത്ത് നിർവഹിക്കുന്നതിന്റെ പുറമെ അതിന്റെ മുമ്പും പിറകെയുമായി കൊണ്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഈ സുന്നത്ത് നിസ്കാരങ്ങളുടെ കാര്യത്തിൽ സ്ഥിരോത്സാഹിയായ ഒരു മനുഷ്യനാണെങ്കിൽ സ്വർഗമുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി വുളൂഇന്റെ 2 റകഅത്ത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. من تولى فأحسن الوضوء ثم صلى ركعتين يقبل عليهما بقلبه ووجهه وجبت له الجنة. ആരെങ്കിലും വുളൂ എടുത്തു, ഫഅഹ്സനൽ വുളൂഅ, വുളൂ നന്നാക്കി നിർവഹിച്ചു. നന്നായി നിർവഹിക്കാറുണ്ട് എന്താ? ഒരുപാട് വെള്ളം ചെലവാക്കാന്നല്ല. ചില ആൾക്കാർ അങ്ങനെ വിചാരിച്ചു വുളൂ നന്നാക്കി എടുക്കണം എന്ന് സ്വർഗത്തിന്റെ കാര്യം പറയണം. അതെന്താ? വെള്ളം ഇങ്ങനെ പൈപ്പ് തുറന്നിട്ട് ഒന്നാകെ ഇങ്ങനെ ഫുൾ ഫോഴ്സിൽ ഇങ്ങനെ വെള്ളം കളഞ്ഞിട്ട് അതുകൊണ്ടൊന്നും വുളൂ ശരിയാവും. വുളൂ നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഇസ്ലാം പറഞ്ഞ നനയേണ്ടിടത്തൊക്കെ നനഞ്ഞ് അതിന്റെ സാവകാശത്വം പാലിച്ചുകൊണ്ട് കൃത്യമായ നിലക്ക് വുളൂ എടുക്കുക. അല്ലാതെ പൈപ്പ് തുറന്നിട്ട് വെള്ളം ഇങ്ങനെ ധാരാളം നശിപ്പിച്ചാൽ, അത് പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും, ഞാൻ ബില്ല് കൊടുക്കണ വെള്ളം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞാൽ അതൊന്നും പറ്റൂല. നമ്മൾ ബില്ല് കൊടുക്കുന്നതാവട്ടെ അല്ലാത്തതാവട്ടെ, ആരാം ബില്ല് കൊടുക്കുന്നതാവട്ടെ, എവിടെയായിരുന്നാലും ഒഴുകുന്ന നദിയിൽ നിന്ന് വുളൂ എടുക്കുകയാണെങ്കിൽ പോലും ശ്രദ്ധിച്ച് വെള്ളം ചെലവഴിക്കണം എന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ ഉളു നന്നാക്കുക എന്ന് പറഞ്ഞാൽ ആരും വിചാരിക്കേണ്ടതില്ല എന്ത് ഉളു നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം കോരി ഒഴിക്കലാണെന്നല്ല. അതിന്റെ നനയേണ്ട ഭാഗങ്ങളൊക്കെ കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചതുപോലെ എന്നിട്ട് സുമ്മ സല്ലാ റകഅതൈനി 2 റകഅത്ത് അവൻ ഉളു എടുത്ത് നിസ്കരിക്കുന്നു. ആ നിസ്കാരം യുഖ്ബിലു അലൈഹിമാ ബിഖൽബിഹി വവജ്ഹിഹി, തന്റെ മുഖത്തെയും തന്റെ ഖൽബിനെയും ആ 2 റകഅത്തിലും തന്റെ റബ്ബിലേക്ക് തിരിച്ചുകൊണ്ട് വളരെ ഇഖ്ലാസോടെ തഖ്വയോടെ ഒരാൾ നിസ്കരിച്ചാൽ വജബത് ലഹുൽ ജന്ന, സ്വർഗ്ഗണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചൊരു ചോദ്യം നമ്മൾ മുമ്പൊരിക്കൽ വിശദീകരിച്ചിട്ടുണ്ട്. ബിലാലെ, എന്ത് പ്രവർത്തനമാണ് നീ ചെയ്യാറുള്ളത്? എന്തേ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട നേരത്തെ എനിക്ക് കാണിക്കപ്പെട്ടു, എന്റെ മുന്നിലൂടെ ഒരാള് പ്രത്യേകമായ ചെരുപ്പ് പണിഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ മുന്നാലെ നടക്കുന്ന ശബ്ദം ഞാൻ കേട്ടല്ലോ ബിലാലെ, എന്തേ നിനക്ക് അത് കിട്ടാനുള്ളൊരു മഹത്വം നീ എന്താ ചെയ്യുന്നത്? ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞാൽ, ഞാൻ രാത്രി ആയാലും പകലായാലും വുളു എടുത്താൽ ഉടൻ ഞാൻ അതിന്റെ ഒരു നിസ്കരിക്കാറുണ്ട്. വേറെ പ്രത്യേകിച്ച് എനിക്കൊന്നുമില്ല. അതിന്റെ മഹത്വം പറയാം. നിന്റെ ചെരിപ്പടി ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേട്ടല്ലോ ബിലാലെ, എന്താ നീ അതിനെ പ്രത്യേകിച്ച് ചെയ്യാറുള്ളതെന്ന ചോദ്യത്തിന് വുളു എടുത്താൽ ഞാൻ എപ്പോ വുളു എടുത്താലും അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു നിസ്കാരം ഞാൻ കണിശമായി തന്നെ നിലനിർത്താറുണ്ട് എന്ന് മഹാനവറുകൾ പറഞ്ഞത് സ്വർഗം നേടാനുള്ള കാരണമായി നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് 10 മർറാത്തിൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ ഒരു വീട് നേടാൻ എന്താ വേണ്ടത് എന്നാ പറയുന്നത്? സ്വർഗ്ഗത്തിൽ ഒരു വീട് നേടാൻ ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന അധ്യായം 10 തവണ പാരായണം ചെയ്താൽ റബ്ബവന് സ്വർഗ്ഗത്തിൽ ഭവനം പണിതു കൊടുക്കുന്നു. ഖുൽ ഹുവല്ലാഹു അത് എളുപ്പമാണല്ലോ. ആരാ ചൊല്ലാറില്ല? എല്ലാ നിസ്കാരത്തിന്റെ ശേഷം ഒരു ഖുൽ ഹുവല്ലുണ്ട്, അത് ചൊല്ലാറുണ്ടോ? ഫജ്റിന് അദ്കാറു സബാഹിൽ നമുക്ക് 3 തവണ ഖുൽ ഹുവല്ലയും ഖുൽ ഔദു റബ്ബിൽ ഫലഖും ഖുൽ ഔദു റബ്ബിൻ നാസും ഉണ്ട്. അദ്കാറുൽ മസായിലും ഉണ്ട്, അത് ചൊല്ലാറുണ്ടോ? നമ്മളിത് കേൾക്കുമ്പോൾ വളരെ എളുപ്പം, അങ്ങനെയാണോ? പിന്നെ എളുപ്പല്ലേ, പക്ഷെ ചെയ്യൂല. അതിലൊക്കെ ഒരു സ്ഥിരമായ ഒരു കൃത്യതയും നിത്യതയും പാലിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ പുണ്യുണ്ട്. അടുത്തത് മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന ഒരു മസ്ജിദ് നിർമ്മിച്ചാൽ റബ്ബവന് സ്വർഗ്ഗത്തിൽ ഭവനം പണിതു കൊടുക്കുന്നു. അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി, ഒരു മസ്ജിദ് നിർമ്മിക്കുക, അതാരെങ്കിലും ചെയ്താൽ അവന് സ്വർഗ്ഗത്തിൽ ഒരു ഭവനം അല്ലാഹു പണിതു കൊടുക്കും. ലോകത്ത് നമ്മളെ നാട്ടിലൊക്കെ പള്ളികളുണ്ട്. പള്ളി എടുക്കേണ്ട സമയം നമ്മൾ ഇങ്ങോട്ട് ചൂണ്ടല. പള്ളി എടുക്കാറ് അത് അറബിയ, അത് UAE, അത് കുവൈത്ത്, അത് ഖത്തർ, അത് സൗദി, അവിടെ നമ്മൾ പോവും, പിരിവിന് പോവും, അത് അവിടെ അവരെടുത്തു തരും. ഇങ്ങനെ നമ്മളെ നാട്ടിലൊക്കെ പണ്ട് പള്ളി ഉണ്ടാക്കിയത്. നമ്മളെ നാടുകളിലൊക്കെ പഴയകാല പള്ളികളില്ലേ, ഒന്നും അറബികൾ എടുത്ത പള്ളിയല്ല. ഗൾഫും അറബ് ലോകമൊക്കെ പിന്നുണ്ടായതാ. അന്നെങ്ങനെയാണ്? അന്ന് ആളുകൾ അവരുടെ പ്രയാസം, അവരുടെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ ഒരു വിഹിതം കൊടുത്തിട്ടെടുത്ത പള്ളികളാ നമ്മുടെ നാടുകളിലൊക്കെ പഴയകാല പള്ളികൾ. ഇന്നിപ്പോ ആർക്കും പള്ളിയോടൊരു അടുപ്പമല്ല. പള്ളി ചെതില് പിടിച്ചാലും വേണ്ടില്ല, അതിലാകെ വൃത്തികേടായാലും വേണ്ടില്ല, ഒരു വേദനയും ആർക്കും തോന്നൂല. എന്താ കാരണം? അവനവനെ ഇതിലൊരു അധ്വാനമല്ല. അതൊരു കത്തയച്ചു, ഒരു നല്ലവനായ, ഒരു നല്ല മനസ്സുള്ള ഒരു നല്ലവനായ ഒരു അറബി, അയാളത് വഖഫ് ചെയ്തു, അയാൾ പൈസ അയച്ചു കൊടുത്തു, ഉണ്ടാക്കി. പിന്നെ ആരാരും നോക്കുന്നത്? അതിന്റെ ചെതല് പിടിച്ചോ വൃത്തികേടുണ്ടോ ഒന്നും നോക്കുന്നില്ല. അവനവൻ എടുത്തൊരു പള്ളിയാവുമ്പോ കുറച്ച് വേദന ഉണ്ടാവും. ഇവിടെ എല്ലാവർക്കും ഇതിൽ ഭാഗവാക്കാകാം, പങ്കാളികളാവാം. ഒറ്റക്കൊരു പള്ളി ഒരാൾക്ക് എടുക്കാൻ കഴിയുമോ? ജീവിതത്തിൽ കഴിയുമെങ്കിൽ അതിന് ഒരു കൂട്ടിയിട്ടൊരു പള്ളി എടുക്കാൻ വേണ്ട. അത് ഒരാളോടും പറയണ്ട. എനിക്കറിയാം നമ്മുടെ മലയാളി സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഞാൻ ആരെയും പറയുന്നില്ല. അള്ളാഹു അദ്ദേഹത്തിന് വലിയ പ്രതിഫലം കൊടുക്കട്ടെ. കേരളത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഒരുപാട് പള്ളികൾ പണിത മലയാളിയെ എനിക്കറിയാം, മലയാളി സ്ത്രീയെ എനിക്കറിയാം, മലയാളി പുരുഷന്മാരെ എനിക്കറിയാം, നമ്മുടെ ക്ലാസ്സിൽ വരുന്നവരെ എനിക്കറിയാം, നമ്മുടെ ജുമാക്ക് പങ്കെടുക്കുന്നവരെ എനിക്കറിയാം, നമ്മുടെ പ്രവർത്തകന്മാരെ എനിക്കറിയാം. ആരും അറിഞ്ഞിട്ടില്ല, അവരാരും അറിയിച്ചിട്ടില്ല. പക്ഷെ സ്വർഗം നേടണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പറ്റും. നമ്മൾ വിചാരിക്കുമ്പോൾ കഴിയില്ല. ഒരാൾക്ക് കഴിയില്ലേ? 2 ആൾ കൂടിക്കോ. ഒരു 50 ലക്ഷം, ഒരു 25 ലക്ഷം ഒരു പള്ളി എടുക്കണം. ഒരാൾക്ക് ഒറ്റക്ക് കഴിയില്ല. 2 ആൾ കഴിയില്ലേ? 3 ആള്, 4 ആള് ഷെയർ കൂടിക്കോ. എത്ര ആള് കൂടി ഷെയർ കൂടിയിട്ട് കച്ചവടം തുടങ്ങുന്നുണ്ട്. ഇത് പരലോകത്ത് കിട്ടുന്ന ഒരു വലിയ കച്ചവടം. ഒരു പള്ളി, സുജൂദ് ചെയ്യാനുള്ള ഒരു ഭവനം. എന്തിനും മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ ചൂണ്ടുമ്പോ സ്വർഗം അവരെന്നെ കൊണ്ടുപോകും.
നമുക്കുണ്ടാവില്ല. അതുകൊണ്ട് ഇതിലൊക്കെ ഭാഗവാക്കാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ബനാ മസ്ജിദൻ ലില്ലാഹി കമഫ്ഹസി ഖതാത്തിൻ ഔ അസ്ഗറ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. വലിയ പള്ളികൾ എടുത്തോളണമെന്നൊന്നുമില്ല, വലിയ പള്ളി എടുത്താലേ ഈ പുണ്യമുള്ളതൊന്നും പറഞ്ഞില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും അല്ലാഹുവിനെ സുജൂദ് ചെയ്യാനുള്ള ഒരു പള്ളി എടുത്താൽ കമഫ്ഹസി ഖതാത്തിൻ ഔ അസ്ഗറ, എത്ര ചെറുതാ, ഒരു കാടപ്പക്ഷിക്ക് ഇരിക്കാനുള്ള വലുപ്പത്തില്, ഒരു കാടപ്പക്ഷി എത്ര വലുപ്പം ഉണ്ടാവുള്ളൂ, അതിന് ഇരിക്കാനുള്ള ഒരു കാടക്കൂടോളം അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുത് എന്ന് പറഞ്ഞാൽ അതിൽ നിസ്കരിക്കാൻ പറ്റുന്നുള്ള നിലക്ക് അള്ളാന്റെ റസൂല് ഒരു കാര്യത്തെ സംബന്ധിച്ച് ചിന്തിക്കാതെ പറഞ്ഞതൊന്നുമല്ല. അതൊരു ഉദാഹരണം പറഞ്ഞു. ഒരു ചെറിയ സൗകര്യമുള്ള കുറഞ്ഞ ആളുകൾക്ക് നിസ്കരിക്കേണ്ട ഒരു ആവശ്യാർത്ഥങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കിയാലും ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ കവാടമുണ്ട്, സ്വർഗത്തിൽ അള്ളാഹു അവന് ഭവനം ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നാണ്. തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന, ഇനി ശ്രവിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഞാനടക്കമുള്ള എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ വിചാരിച്ചാൽ ഒരു പള്ളി, അള്ളാഹുവിന്റെ ഒരു ഭവനം നിർമ്മിക്കാൻ നമുക്ക് സാധിക്കില്ലേ? സാധിക്കും, സാധിക്കും. ആരോടും പറയണ്ട, സ്വന്തം മനസ്സിലൊരു ആഗ്രഹമായിട്ട് കൊണ്ടു നടക്കുക. അങ്ങനത്തെ ആളുകൾ വരും നിങ്ങളുടെ അടുക്കൽ, സമീപിക്കും നിങ്ങളുടെ അടുക്കൽ. സ്വകാര്യമായിട്ട് ആ മനുഷ്യനോട് പറയാ, ആരാണെന്ന് പറയരുത്, വേണമെങ്കിൽ ഇത് മറബിടുത്തെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞവരെ എനിക്കറിയാം, അങ്ങനെ പറഞ്ഞവരെ എനിക്കറിയാം, അങ്ങനെ പറഞ്ഞവരെ എനിക്കറിയാം. എന്ത്, എന്റെ പേര് പറയരുത്, എവിടുന്ന, അത് ഗൾഫിൽ നിന്നാണെന്ന് പറഞ്ഞാൽ മതി. സത്യല്ലേ, ഗൾഫിൽ നിന്നാണ്. അപ്പൊ ഗൾഫ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും അത് അറബി, അതറബി. എത്ര കോടിക്കണക്കിന് ആസ്തിയുള്ള സഹോദരന്മാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, എത്ര കോടികളുള്ളവരുണ്ട്, എത്ര ആസ്തിയുള്ളവരുണ്ട്. ഒന്ന് ചിന്തിച്ചുകൂടെ, ഒന്ന് ശ്രമിച്ചുകൂടെ? ആർക്കും വേണ്ടി ഒരാളും അറിയാതെ ചെയ്യാൻ കഴിയോ? ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത് അത് നമ്മളിങ്ങനെ പ്രയാസപ്പെട്ട് കിടക്കുന്ന കാലത്ത് മനസ്സിന് വലിയ കുളിര് പകരും. ചില ഘട്ടങ്ങളിൽ അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചിലപ്പോ രോഗങ്ങളൊക്കെ ബാധിച്ചിട്ടിങ്ങനെ ശരീരത്തിലേക്ക് ഇങ്ങനെ മാരകമായ രോഗങ്ങൾ അരിച്ചിറങ്ങിയിട്ട് ചികിത്സക്ക് വേണ്ടി നമ്മളിങ്ങനെ ഡോക്ടറുടെ മുമ്പിൽ ഇങ്ങനെ കിടന്നു കൊടുക്കുന്ന ആ ഒരു രംഗങ്ങളുണ്ട്. കീമോതെറാപ്പി നടത്തിക്കൊണ്ടിരിക്കുന്ന നേരം, അതല്ലെങ്കിൽ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരം, മണിക്കൂറുകൾ ഇങ്ങനെ തലവെച്ച് കിടക്കുന്ന നേരം, ആ സമയത്തൊക്കെ നമ്മുടെ മനസ്സിനൊരു ആനന്ദം ഉണ്ടാവും. അല്ലാഹ്, ആരും അറിഞ്ഞിട്ടില്ല, ഇനിയിപ്പോ ഞാൻ അത് മരിക്കുകയാണ്, ശരി, എന്നാലും ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഒരാൾക്കും അതറിയില്ല, ഒരുപക്ഷെ അയാളുടെ കുടുംബം പോലും അറിയില്ല, കുടുംബം പോലും അറിയില്ല. അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തു, അല്ലാഹുവിന് വേണ്ടി ചെയ്തു. ഒരു പള്ളിയെടുക്കൽ മാത്രമല്ല, ഏത് നല്ല കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമുക്ക് ആശ്വസിക്കാൻ വകണ്ടാവും. സഹോദരന്മാരെ, റബ്ബിന്റെ റെക്കോർഡിൽ മാത്രമേ അതുള്ളൂ, ഒരാൾക്കും വേണ്ടി ഞാനത് ചെയ്തിട്ടില്ല, ആരെ അറിയിച്ചിട്ടില്ല. അങ്ങനെ അള്ളാന്റെ പൊരുത്തം ഉദ്ദേശിച്ചാൽ, മൻ ബനാ ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി എടുത്താൽ ഉറപ്പ്, ഉറപ്പ്, അള്ളാഹ് ഉറപ്പ് തരികയാണ്. ബനല്ലാഹ്, ബനല്ലാഹ്, അള്ളാഹ് അവന് നിർമ്മിച്ചു കൊടുക്കുന്നു ബൈതൻ ഫിൽ ജന്ന, ബൈതൻ ഫിൽ ജന്ന. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് ചിന്തിക്കണേ, ഞാനടക്കമുള്ളവർ ചിന്തിക്കണേ, നമ്മളെല്ലാവരും ആലോചിക്കണേ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ലക്ഷക്കണക്കിന് ആഭരണങ്ങൾ, ലക്ഷക്കണക്കിന് മൂല്യം വരുന്ന സ്വർണത്തിന്റെ ഉടമകളായ, ചത്ത പണത്തിന്റെ ഉടമകളായ സഹോദരിമാരെ, ചിന്തിക്കണേ. നിങ്ങളുടെ വക രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു പള്ളി, അതല്ലെങ്കിൽ ആരോടെങ്കിലും കൂട് ചേർന്നുകൊണ്ടൊരു പള്ളി, ആർക്കും ചെയ്യാവുന്നതാണ്. ഒരുപാട് ആളുകൾ ആ രംഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. സ്വർഗത്തിലൊരു ഭവനം ഓഫർ ചെയ്യപ്പെട്ട മഹിതമായൊരു കാര്യമാണത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞു, മൻ സദ്ദ ഫുർജതൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന വറഫഅഹു ബിഹാ ദറജതൻ. ആരെങ്കിലും സഫിന്റെ ഇടയ്ക്കുള്ള വിടവ് പൂർത്തിയാക്കി നിന്നാൽ, എത്ര നിസ്സാരം അല്ലേ, എത്ര നിസ്സാരം, നാരദീയ. അതാണ് ഇതിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത്, ആവർത്തിക്കണം. ഒക്കെ കേൾക്കുമ്പോൾ ലളിതം, ഒരു മനുഷ്യൻ ചെയ്യൂല. മൻ സദ്ദ ഫുർജതൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. സഫിന്റെ ഇടയ്ക്ക് വിടവുകളും വളവുകളും ഇല്ലാതെ അത് പൂർത്തിയാക്കി അത് ഫില്ല് ചെയ്ത് നിൽക്കുന്നവന് അല്ലാഹു സ്വർഗത്തിൽ ഭവനം പണിയുന്നു. വറഫഅഹു ബിഹാ ദറജതൻ, അത് മുഖേന അല്ലാഹു അവന്റെ പദവി ഉയർത്തി കൊടുക്കുന്നു. സഫ് നിൽക്കുമ്പോ ഒന്ന് ചേർന്ന് നിൽക്കണം എന്ന് പറഞ്ഞാൽ പറച്ചിലല്ലാതെ ആരാ ചേർന്ന് നിൽക്കല്? ചേർന്ന് നിൽക്കാൻ തയ്യാറുണ്ടോ? ഒരൊറ്റ കുട്ടി ചേർന്ന് ഒന്നിങ്ങനെ തൊട്ട് നിന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ. അപ്പൊ അത് വലിയ വിഷയം തന്നെയാണ്. നമ്മൾ വിചാരിക്കില്ല ഇതൊന്നുമല്ല. അതിലൊക്കെ ശ്രദ്ധിക്കുന്നവനക്ക് പുണ്യുണ്ട് എന്ന് തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്.
സഫ് ചേർക്കുന്നവനോട് ഞാൻ ബന്ധം ചേർക്കും, സഫ് മുറിക്കുന്നവനോട് ഞാൻ ബന്ധം മുറിക്കുമെന്ന് അള്ളാഹു അറിയിച്ചിരിക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്സാരമൊന്നുമല്ല, ഒരു കാര്യത്തിൽ നിസ്സാരാക്കി തള്ളണ്ട. ഇസ്ലാം ഗൗരവത്തോടുകൂടെയാണ് അതൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇനിയും അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോഴുള്ള ദുആ, മൻ ഖാല ഫി സൂഖി, ആരെങ്കിലും അങ്ങാടിയിലേക്ക് മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത്ത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആരെങ്കിലും മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ ഇത് പതിവാക്കണം. നമ്മൾ മാർക്കറ്റിൽ എത്ര നേരം പോകുന്നുണ്ട്? കച്ചവടം ചെയ്യാൻ പോകുന്നുണ്ട്, കസ്റ്റമറായിട്ട് പോകുന്നുണ്ട്, മറ്റു കാര്യങ്ങൾക്ക് പോകുന്നുണ്ട്. മാർക്കറ്റിൽ പോകാത്ത ദിവസങ്ങളും നേരങ്ങളും ഇല്ല. സൂഖിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത്ത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആരെങ്കിലും പറഞ്ഞാൽ കതബല്ലാഹു ലഹു അൽഫ ഹസനത്തിൻ, അവൻ അല്ലാഹു 10 ലക്ഷം നന്മ രേഖപ്പെടുത്തും. ചോദ്യം ചെയ്യാം, അത് 10 ലക്ഷം പറയാറുണ്ടോ? പറയില്ലാതെ ആൾക്കാരെ. ചെയ്യുന്നവനക്ക് വലിയ പുണ്യം കൊടുക്കണ്ടേ? അത് ശ്രദ്ധിക്കുന്നവനക്ക് പുണ്യം കൊടുക്കണ്ടേ? ആളുകളൊക്കെ അത് അശ്രദ്ധരാണ്. അപ്പൊ ചെയ്യുന്നവർക്ക് വലിയ പുണ്യം ഓഫറുണ്ട്. അവനിൽ നിന്ന് 10 ലക്ഷം തിന്മകൾ, ചെറുദോഷങ്ങൾ മായ്ക്കപ്പെടും. ഇനി മാത്രമൊക്കെ ചെറുദോഷം ഉണ്ടോ നമുക്ക്? 10 ലക്ഷമൊക്കെ തിന്മൊക്കെ ഉണ്ടോ? 10 ലക്ഷമൊക്കെ തിന്മപ്പന്റെ അടുത്തുണ്ടോ? അള്ളാഹ് കോടികളായിരിക്കും. നമ്മളെ തിന്മ എത്ര ഓരോ സെക്കൻഡിലും വന്നുകൊണ്ടിരിക്കുന്നു. അവന് സ്വർഗത്തിൽ വീടുണ്ട്, സ്വർഗത്തിൽ ഭവനം പണിത് കൊടുക്കും. അതുകൊണ്ട് സൂക്കിലേക്ക് പ്രവേശിക്കുമ്പോ നമുക്ക് ദിക്റുണ്ട്. അത് സൂക്ക് എന്ന് പറയുമ്പോ അങ്ങാടിയിലേക്ക് പോകുമ്പോ, സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുമ്പോ, മാളുകളിലേക്ക് കയറുമ്പോ ഒക്കെ പറയണം. കാരണം ശൈത്താന്റെ വിളയാട്ടമുള്ള കേന്ദ്രങ്ങളിലേക്കാണ് പോകുന്നത്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് പള്ളി, അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലമാണ് സൂക്ക്. സൂക്കിലേക്ക് നിങ്ങൾ അവസാനം പോയിട്ട് പെട്ടെന്ന് പുറത്തു വരണം, പള്ളിയിലേക്ക് നിങ്ങൾ ആദ്യം പോയിട്ട് അവസാനം പുറത്തു വരണം എന്നാണ് ഇസ്ലാം പറഞ്ഞത്. അതിന്റെ പുണ്യത്തിന്റെ വ്യത്യാസമാണ്. വെറുതെ മാർക്കറ്റിൽ പോയി പള്ളിയിലൊരു സുബ്ഹാനല്ലാഹ് എല്ലാം ഇരിക്കുമ്പോഴേക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങണം എന്ന് ഇബ്ലീസ് തോന്നിപ്പിക്കും. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഓടി, എന്തേ അവിടെ വലിയ കാര്യം അവനെന്തോ ചെയ്യാണ്ട് ഇബ്ലീസ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങിയിട്ട് ഇനി എന്താ പണി? മാർക്കറ്റിൽ പോയിട്ട് ഇങ്ങനെ വായിൽ നോക്കി നിൽക്കുക തന്നെ. പക്ഷെ ശൈത്താന് സന്തോഷമായി. കാരണം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടോടത്തുനിന്ന് വേഗം പുറത്തേക്കാക്കി, അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള മാർക്കറ്റിൽ പോയിട്ട് അങ്ങനെ വായിൽ നോക്കി നിൽക്കുക. ഇതിനൊക്കെ ഒരു അറുതി വരണം എന്നാ പറയുന്നത്. മാർക്കറ്റിൽ പോകുമ്പോഴൊക്കെ ഈ ദിക്ർ ഓർക്കണം. ഈ ദിക്റാണ് ചൊല്ലിക്കഴിയുമ്പോ അള്ളാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണ്, അവനാണ് ആരാധ്യൻ, അവന്റെ കയ്യിലാണ് എല്ലാ നന്മയും, അവനാണെല്ലാം അറിയുന്നവൻ, അവനാണെല്ലാം കേൾക്കുന്നവൻ, അവനാണ് എല്ലാത്തിനും, അവനെ മാത്രമേ ഞാൻ ആരാധിക്കൂ എന്നൊക്കെ പറയുമ്പോ അവൻ എന്ന ഒരു ചിന്ത മനസ്സിലുണ്ടാകുമ്പോ കണ്ണ് നിയന്ത്രിക്കും, കാല് നിയന്ത്രിക്കും, മോശപ്പെട്ടതൊക്കെ നിയന്ത്രണം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ ഹറാമുകളും ഉണ്ടാവും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇനി സഹോദരന്മാരെ, കളവ് ഉപേക്ഷിക്കണം, തർക്കം ഉപേക്ഷിക്കണം. ഇസ്ലാം പറയുന്നു, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിഖാ വബിബൈത്തിൻ ഫീ വസത്തിൽ ജന്ന ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹാ വബിബൈത്തിൻ ഫീ അലൽ ജന്ന ലിമൻ ഹസ്സന ഖുലുഖഹു. റവാഹു നസായി ഹഫിളഹുല്ലാഹ് റഹിമഹുല്ലാഹ്. അന സഈമുൻ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഞാൻ വാദിക്കും ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന. ഞാനിതാ കൃത്യമായി നിങ്ങൾക്ക് ഓഫർ പറയുന്നു വഹീന്റെ അടിസ്ഥാനത്തിൽ. എന്ത്? സ്വർഗത്തിന്റെ താഴ്ഭാഗത്തൊരു വീടുണ്ടാർക്ക്. ലിമൻ തറക്കൽ മിറാ വഇൻ കാന മുഹിഖാ, സത്യം തന്റെ കയ്യിലുണ്ടെങ്കിലും അനാവശ്യ തർക്കം ഉപേക്ഷിച്ചവന്. അനാവശ്യമായി തർക്കിക്കാൻ പോകാൻ പാടില്ല, അനാവശ്യമായി തർക്കിക്കരുത്. തന്റെ കയ്യിൽ സത്യം ഉണ്ടെങ്കിലും അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. ഇത് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന്. ഇസ്ലാമിൽ ഒരാളോട് തർക്കിക്കാൻ പാടില്ല, വാദപ്രതിവാദം പാടില്ല, ഖണ്ഡന പ്രസംഗം പാടില്ല, പള്ളിയിൽ എവിടെങ്കിലും ഇരുന്നിട്ട് ഒരാൾക്ക് ഒരു കിതാബ് വായിച്ചു കൊടുക്കാനേ പാടുള്ളൂ, പുറത്തിറങ്ങിയിട്ട് ഒരാൾക്ക് മറുപടി പറയരുത്, ഖണ്ഡന പ്രസംഗം പാടില്ല, വാദപ്രതിവാദം പാടില്ല, മുഖാമുഖം പാടില്ല. അതൊക്കെ പാടില്ലാത്ത സംഗതിയാണ്. അതൊക്കെ ഒരിക്കലും ഒരു പ്രബോധനത്തിന്റെ രീതിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ഹദീസുകളെ ആളുകൾ തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇത് പറഞ്ഞുകൊണ്ട് അതല്ല ഉദ്ദേശം. ഇസ്ലാമിൽ സംവാദം നിഷിദ്ധല്ല.
ഖണ്ഡനങ്ങളും വാദപ്രതിവാദങ്ങളും ഒന്നും നിഷിദ്ധല്ല. ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ വേദക്കാരോട് നല്ല നിലക്ക് നിങ്ങൾ തർക്കിക്കണം. വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. അതുപോലെ തന്നെ ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. നല്ല കാര്യം, നല്ല രൂപത്തിൽ സംവാദം നടത്തണം. വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും ഈ കാര്യം പ്രത്യേകം എടുത്തു പറയുകയാണ്. മുജാദല, തർക്കം എന്ന് പറയുന്നത് സദുദ്ദേശത്തോടുകൂടി സത്യം പ്രതിയോഗിക്ക് വെളിവാക്കി കൊടുക്കണം. കേൾവിക്കാര് തെറ്റിദ്ധരിക്കാൻ പാടില്ല. കേൾവിക്കാർക്ക് ഹക്കാതാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. കാരണം ശത്രുക്കൾ അതല്ലെങ്കിൽ അസത്യത്തിന്റെ ആളുകൾ സമൂഹത്തിന്റെ മുമ്പിൽ തെറ്റിദ്ധാരണകൾ പരത്തി വെല്ലുവിളിക്കുന്ന ഘട്ടങ്ങളിൽ അത്തരം ആളുകളുടെ മുമ്പിൽ ഹക്ക് ജനങ്ങൾക്ക് വെളിവാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സംവാദങ്ങൾ നടത്താം. ഇസ്ലാം അതിനെതിരല്ല. സഹാബത്ത് അത് ചെയ്തിട്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, മഹാനവറുകൾ ഖവാരിജ് എന്ന് പറയുന്ന പിഴച്ച കക്ഷികൾ പൊട്ടിപ്പുറപ്പെട്ട കാലഘട്ടത്തിൽ മഹാനവറുകൾ അവരുമായി സംവാദം നടത്തി, വാദപ്രതിവാദം നടത്തി. 5000-ഓളം ഖവാരിജുകളാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുമായി നടത്തിയ സംവാദത്തിന്റെ ഫലമായി സത്യത്തിലേക്ക് മടങ്ങിയത് ചരിത്രത്തിൽ കാണാം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഇതുപോലെ തന്നെ ഖവാരിജി എന്ന പിഴച്ച കക്ഷികളുമായിട്ട് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടതായി ചരിത്രത്തിൽ നമുക്ക് കാണാം. മുൻകാല പണ്ഡിതന്മാരിൽ പലരും അങ്ങനെ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സംവാദവും വാദപ്രതിവാദവും ഒക്കെ ഒരു പിഴച്ച പരിപാടിയാണ്. ഇതൊന്നും ഇൽമുള്ളവര് ചെയ്യേണ്ട കാര്യമല്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല, അതൊക്കെ വെറുതെയാണെന്ന് പറയുന്നത് ശരിയല്ല. അതേ അവസരത്തിൽ തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ തനിക്ക് പറഞ്ഞു ജയിക്കണം, പ്രതിയോഗിയെ എങ്ങനെയെങ്കിലും ഒന്ന് നിലംപരിശാക്കണം എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. തനിക്ക് വലിയ ആളാവണം, സത്യമൊന്നും ഇവിടെ പ്രശ്നമല്ല, സത്യം ജനങ്ങൾ മനസ്സിലാക്കലും എന്റെ ഉദ്ദേശമല്ല, അവൻ എന്റെ എതിരാളിയാണ്, അവനെ അടിച്ചൊതുക്കണം എന്നൊരു നിയത്ത് മാത്രമേ എനിക്കുള്ളൂവെങ്കിലോ അത് പാടില്ല. അതേ അവസരത്തിൽ സത്യം ജനങ്ങൾ കേൾക്കട്ടെ, സത്യം വ്യക്തമാവട്ടെ എന്ന നിലക്ക് എതിരാളികളോട് സംവാദം നടത്തേണ്ടി വന്നാൽ അങ്ങനെ, ഖണ്ഡനം നടത്തേണ്ടി വന്നാൽ അങ്ങനെ, മുഖാമുഖം നടത്തേണ്ടി വന്നാൽ അങ്ങനെ, അതൊക്കെ ഇസ്ലാമിക ദഅവത്തിന്റെ മാർഗങ്ങളിൽപ്പെട്ടത് തന്നെയാണ് സുഹൃത്തുക്കളെ. ഇവിടെ പറയുന്നത് അതല്ലാത്ത നിലക്ക് ഹക്കൊക്കെ ഉണ്ട്, പക്ഷേ വെറുതെ തർക്കിക്കുകയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അത്തരം തർക്കങ്ങൾ അവൻ ഒഴിവാക്കണം. സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു ഭവനം പറയുന്നു. ലിമൻ തറക്കൽ കദിബ, കളവ് ഉപേക്ഷിക്കുന്നവന്, തമാശയിലാണെങ്കിൽ പോലും, തമാശക്കാണെങ്കിൽ പോലും കളവ് ഒഴിവാക്കിയ സ്വർഗം. സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ ഒരു ഭവനമുണ്ട്. ലിമൻ ഹസ്സന ഖുലുഖഹു, സ്വഭാവം നന്നാക്കിയാലും സ്വർഗത്തിൽ വീടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇനി സഹോദരന്മാരെ, സ്വർഗത്തിൽ പട്ടുവസ്ത്രം നേടുവാൻ ഇസ്ലാം പറയുന്നു, മൻ ഗസല മയ്യിതൻ ഫകതമ അലൈഹി ഗഫറല്ലാഹു ലഹു 40 മറ. ആരെങ്കിലും ഒരു മയ്യത്തിനെ കുളിപ്പിച്ചോ, ഒരാൾ മയ്യത്ത് കുളിപ്പിച്ചു, ഒരു വലിയ പുണ്യകർമ്മമാണ്. അറിയാവുന്ന ആളുകൾ 1000-1 മാത്രം. അറിയണം, പഠിക്കണം, അവസരം കിട്ടുമ്പോ പ്രായോഗികമായിട്ട് അതൊക്കെ ചെയ്യണം. അങ്ങനെ അവസരങ്ങൾ കിട്ടുമ്പോ കയറണം ഉള്ളിൽ. സ്വന്തമായിട്ട് കുളിപ്പിക്കാറില്ലെങ്കിൽ കുളിപ്പിക്കുന്നവർക്ക് ഹെൽപ്പറായിട്ടെങ്കിലും നിന്ന് കൊടുക്കണം. അതൊക്കെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളാണ്. ആരെങ്കിലും ഒരു മയ്യത്ത് കുളിപ്പിച്ചാൽ, എന്നിട്ട് മയ്യത്ത് കുളിപ്പിച്ചിട്ട് ആ മയ്യത്തിൽ നിന്ന് പ്രകടമായ ഏതെങ്കിലും ഒരു കാര്യം ആലോകരെ അറിയിക്കാതെ മറച്ചു വെച്ചാൽ ഗഫറല്ലാഹു ലഹു 40 മറത്തൻ, അവന് 40 തവണ റബ്ബ് പുറത്തു കൊടുക്കും. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഏതെങ്കിലും നിലക്കുള്ള ഒരു അപാകത കാണുകയാണെങ്കിൽ, ഭയങ്കര വാസനയായിരുന്നു, മറ്റേ അതായിരുന്നു, അല്ലെങ്കിൽ വല്ലാതെ കഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ കുറെ നേരത്തെ അത് വന്നു ഇത് വന്നു എന്നൊക്കെ ചിലരൊക്കെ പറയും. ഉണ്ടായ അനുഭവങ്ങളൊന്നും പുറത്തേക്ക് പറയാതെ സ്വകാര്യമായി അത് മനസ്സിൽ മറച്ചു വെച്ചാൽ അല്ലാഹു അവൻ 40 തവണ പുറത്തു കൊടുക്കും. തീർന്നില്ല. ഒമൻ കഫന മയ്യിതൻ കസാഹുല്ലാഹ് മിൻ സുന്ദുസിൻ വഇസ്തബ്റഖിൻ ഫിൽ ജന്ന. ഒരു മയ്യത്തിന് ആരെങ്കിലും കഫൻ ചെയ്താൽ, മയ്യത്തിനെ കഫൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? വസ്ത്രം ധരിപ്പിക്കുക. മയ്യത്തിനെ കഫൻ ചെയ്ത് പൊതിഞ്ഞിട്ടാണല്ലോ ജനാസ മറവ് ചെയ്യേണ്ടത്. അങ്ങനെ കഫൻ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവന് സ്വർഗീയമായ നേർമ്മപ്പട്ടും മിനുസപ്പട്ടുമൊക്കെ അടങ്ങുന്ന പട്ടുവസ്ത്രം കൊണ്ട് അവന് സ്വർഗത്തിൽ അവന് പട്ടണിയിക്കുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
മയ്യത്ത് കുളിപ്പിക്കലും കഫൻ ചെയ്യലും. ومن حفر لميت قبرا فاجنه فيه اجر الله له فيه من الاجر كاجر مسكن اسكنه الى يوم القيامه. ആരെങ്കിലും ഒരു മയ്യത്തിന് വേണ്ടി ഖബർ ഒരുക്കിയാൽ, ഖബർ വെട്ടി, ഒരാൾക്ക് ഖബർ കിടക്കാനുള്ള ഖബർ വെട്ടി ഒരാൾ, എന്നിട്ട് ഫാജന്നഹു ഫീഹി, ആ ഖബറിൽ ആ മനുഷ്യനെ മറവ് ചെയ്തു എങ്കിൽ അല്ലാഹു അവന് പ്രതിഫലം കൊടുക്കുന്നത് എത്രയാണ്? ഖിയാമത്ത് നാൾ വരെ ഒരാൾക്കൊരു വീടുണ്ടാക്കിയിട്ട് അയാൾ താമസിപ്പിച്ചതുപോലെ. നമ്മളൊരു വീടുണ്ടാക്കിയിട്ട് ഖിയാമത്ത് നാൾ വരെ ഒരാൾ അവിടെ പാർക്കണം, താമസിക്കാൻ. അതുപോലത്തെ പുണ്യാണ് ഒരാൾക്ക് വേണ്ടി ഖബർ വെട്ടിയിട്ട് അയാൾ അതിൽ അടക്കുകയാണെങ്കിൽ. ഇതൊക്കെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ സ്വർഗപാതകളുടെ കാര്യങ്ങളായി ഇസ്ലാം പറഞ്ഞു. ഇനി സ്വർഗത്തിൽ നിനക്കൊരു വൃക്ഷം നടണോ, കൃഷി ഇറക്കണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇസ്രാഇന്റെ രാത്രിയിൽ ഞാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, യാ മുഹമ്മദ് മിന്നി അസ്സലാം, നിന്റെ സമുദായത്തിന് എന്നിൽ നിന്നുള്ള സലാം പറയണേ, അവരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണേ. സ്വർഗത്തിലെ മണ്ണ് വളരെ പരിശുദ്ധമാണ്, അതിലെ വെള്ളം വളരെ ഏറ്റവും കൂടുതൽ സ്വച്ഛമായ ജലമാണ്, ശുദ്ധമായ തെളിമയാർന്ന ജലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്, അതിൽ ഒരു ചെടി നടാനുള്ള മാർഗമാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്ർ ഓരോ പ്രാവശ്യം പറയുമ്പോഴും നമുക്കായി സ്വർഗത്തിൽ ഒരു ചെടി നടപ്പെടുന്നു. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. من قال سبحان الله والحمد لله ولا إله إلا الله والله أكبر ورث الله له بكل واحدة منهن شجرة في الجنة. طبراني അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ ദിക്ർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്നാരെങ്കിലും പറഞ്ഞാൽ ഓരോ ദിക്റിനും അവന് സ്വർഗത്തിൽ ഒരു മരം അല്ലാഹു നട്ടുപിടിപ്പിക്കുകയാണ്. അതിന്റെ അവകാശിയായിട്ട് മാറണം. ഒരു മരത്തിന്റെ ഉടമ ഞാൻ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്റെ പേരിൽ അവിടെ ഒരു മരം. അതെങ്ങനെ എത്രത്തോളം ഒരാൾക്ക് നട്ടുപിടിപ്പിക്കാൻ കഴിയും? തിർമിദിയിൽ കാണാം, മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി ഉരിസത് ലഹു നഖ്ലത്തുൻ ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ വിശ്വാസി നിനക്ക് വേണ്ടി ഒരു ഈത്തപ്പന മരം നടപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി. ഒരുപാട് ദിക്റുകൾക്ക് ഇങ്ങനെ പുണ്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കാൻ മാത്രമുള്ളതല്ല, കേൾക്കാൻ മാത്രമുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ട് നടക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സ്വർഗം നേടുവാൻ വിശുദ്ധ ഖുർആനിന്റെ പാരായണം നിമിത്തമാണ്. യുഖാലു പറയപ്പെടും, അഥവാ വിശുദ്ധ ഖുർആനിന്റെ ആളുകളോട് ഖുർആൻ വായിക്കാൻ പഠിച്ചു, കഴിയുന്നത്ര മനഃപ്പാഠമാക്കി, കഴിയുന്നത്ര അത് പാരായണം ചെയ്തു, അങ്ങനെയുള്ള ഖുർആനിന്റെ അനുയായികളോട് അവിടെ പരലോകത്ത് വെച്ച് പറയപ്പെടും, ഇഖ്റ, ഓദിക്കോ, പാരായണം ചെയ്തോ, വർഖ, പാരായണം ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയിക്കോ. പാരായണം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഉന്നതങ്ങളിലേക്ക് കയറിക്കോ, സ്വർഗീയ ഉന്നതിയിലേക്ക് കയറിക്കോ. വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ്ദുനിയാ, ദുനിയാവിൽ നീ വളരെ തർത്തീലാക്കിക്കൊണ്ട് ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ പാരായണം ചെയ്തിരുന്നത് പോലെ ഇവിടെ വെച്ചും പാരായണം ചെയ്തോ. അങ്ങനെ കയറി കയറി പോയിക്കോ. ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉ ബിഹാ, സ്വർഗത്തിൽ അങ്ങനെ ആയത്തോതി കയറിപ്പോയി എവിടെയാ നിന്റെ അത്യുന്നതമായ പദവി? നീ അവസാനം ഓതുന്ന ആയത്തേതാണോ അവിടെ നിന്റെ പദവിയാണ്. എത്ര ആയത്താ നിനക്ക് ഓതാൻ കഴിയും അത്രയും ഓതിക്കോ. എത്ര ആയത്തോതാൻ അത്രയും നിലകളിൽ ഉന്നതങ്ങളിലേക്ക് നിനക്ക് എത്താം. ഖുർആൻ പഠിക്കുകയും അത് ഓതുകയും അതിനോട് സ്ഥിരമായി ബന്ധം പുലർത്തുകയും ചെയ്യുന്നവരോട് പറയപ്പെടുന്നതാണ്. ഖുർആനിന്റെ അനുയായികൾ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ ഖുർആൻ പറയും, യാ റബ്ബി, എന്റെ റബ്ബേ, ഹല്ലിഹി, ഈ മനുഷ്യന്റെ ഉടയാടകൾ അണിയിക്ക റബ്ബേ. ഖുർആനാ പറയും. ഖുർആനിന്റെ അനുയായികൾക്ക് വേണ്ടി ഖുർആൻ പറയണ, ഇയാൾക്ക് വസ്ത്രം ധരിപ്പിക്കൂ റബ്ബേ. ഫയുൽബസു താജുൽ കറാമ, ആദരവിന്റെ സ്വർണ്ണക്കിരീടം അയാൾക്ക് ധരിപ്പിക്കപ്പെടും. അപ്പോൾ വീണ്ടും ഖുർആൻ പറയും, യാ റബ്ബി സിദ്ഹു, കൂടുതൽ കൊടുക്ക റബ്ബേ.
ഫയുൽബസു ഹുല്ലത്തുൽ കറാമ, ആദരവിന്റെ ഉടയാടകൾ അയാൾക്ക് പിന്നെയും ധരിപ്പിക്കപ്പെടും. പിന്നെയും ഖുർആൻ പറയും, യാ റബ്ബി അർളാൻ, റബ്ബേ ആ മനുഷ്യനെ നീ കൂടുതൽ തൃപ്തിപ്പെടൂ. റബ്ബ് പ്രത്യേകം തൃപ്തിപ്പെടുന്നു. എന്നിട്ട് ആ മനുഷ്യനോട് പറയും, ഇഖ്റ വർഖ, ഓതിക്കൊണ്ട് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് കയറിപ്പോയിക്കോ. വതുസാദു ബികുല്ലി ആയത്തിൻ ഹസന, ഓരോ ആയത്തിനും ഓരോ പുണ്യങ്ങൾ നിനക്ക് വർദ്ധിപ്പിച്ച് 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 നൽകപ്പെട്ടുകൊണ്ടിരിക്കും. ഖുർആൻ പാരായണത്തിന്റെ പുണ്യാണ്. അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നതിന്റെ മഹത്വമാണ്. അതിൽ ചില പ്രത്യേക ആയത്തുകളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ ഖറഅ ആയത്തുൽ കുർസി അഖിബ കുല്ലി സ്വലാത്തിൻ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അൻ യമൂത്ത്. എല്ലാ ഫർള് നിസ്കാരങ്ങളുടെയും പിറകെ ആയത്തുൽ കുർസി ആരെങ്കിലും പാരായണം ചെയ്താൽ അവന്റെയും സ്വർഗപ്രവേശനത്തിന്റെയും ഇടയിൽ തടസ്സമില്ല, മരണമല്ലാതെ. അപ്പൊ എല്ലാ ഫർള് നിസ്കാരങ്ങളുടെയും ശേഷം ആയത്തുൽ കുർസി ഓതണം. ഇസ്ലാം പഠിപ്പിച്ചതാണ്. ചില ആൾക്കാർ ആയത്തുൽ കുർസി ഓതിയിട്ട് മാറത്ത് കൂതാറുണ്ട്. അത് ഇസ്ലാമിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ചെയ്യാം. നിങ്ങൾ ഓതിയിട്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നെഞ്ചകത്തിലേക്ക്, ചില ആൾക്കാർ ആയത്തുൽ കുർസി ഒക്കെ ആളുകൾ അതൊരു പുണ്യം ഉദ്ദേശിച്ച് ചെയ്യാണ്. പക്ഷേ അസലില്ല അതിന്റെ സഹോദരന്മാരെ. ഹദീസുകളിൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഊതി അല്ലെങ്കിൽ തടവിയതൊക്കെ നമുക്ക് പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യണം. പക്ഷെ ഇങ്ങനെ നിസ്കാരശേഷം ഇങ്ങനെ ആയത്തുൽ കുർസി ഓതിയിട്ട് അതങ്ങനെ ഊതണം എന്ന് അവിടുന്ന് പഠിപ്പിച്ചതായി സഹീഹായ ഹദീസുകളിലൊന്നും വന്നിട്ടില്ല. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതിന് മാത്രം. എന്തായാലും എല്ലാ ഫർദ് നിസ്കാരങ്ങളുടെയും പിറകെ ആയത്തുൽ കുർസി നമ്മൾ പതിവാക്കണം. സൂറത്തുൽ ഇഖ്ലാസിനോട് ഏറ്റവും സ്നേഹം വെച്ച് പുലർത്തിയ ഒരു സഹാബി, ഓരോ നിസ്കാരത്തിലും അദ്ദേഹം ഇങ്ങനെ ഖുൽ ഹുവല്ലാഹ് എപ്പോഴും ഓതുന്നത് കണ്ടപ്പോ ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ കാരണം? അവിടുന്ന് പറഞ്ഞു, ഇന്നി ഉഹിബ്ബു ഹാദിഹി സൂറ, ഈ സൂറത്തിനോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. തൗഹീദിന്റെ സൂറത്താ സൂറത്തുൽ ഇഖ്ലാസ്. അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുന്ന സൂറത്തുൽ ഇഖ്ലാസ്. എനിക്ക് അതിനോട് വലിയ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചു, ഹുബ്ബുക ഇയ്യാഹാ യുദ്ഖിലുകൽ ജന്ന, നിനക്കതിനോടുള്ള സ്നേഹം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ ആ സ്നേഹം. സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് വെറും പാരായണം ചെയ്യലല്ല, അത് തൗഹീദിന്റെ സൂറത്താണ്. സുലുസുൽ ഖുർആൻ എന്നാണ് അറിയപ്പെടുന്നു. ഖുർആന്റെ 1/3. എന്താ കാരണം? 1/3 തൗഹീദാ. അള്ളാഹു മാത്രമാണ് ആരാധ്യനും അവന് മക്കളില്ലെന്നും അവന് തിണയില്ലെന്നും തുണയില്ലെന്നും ഈക്വലായിട്ട് സമന്മാരായിട്ട് ആരുമില്ലെന്നും ഒക്കെ പറയുന്ന അതിഗംഭീരമായ ആശയങ്ങളുടെ ആദർശത്തിന്റെ പ്രഖ്യാപനമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അത് ജീവിതത്തിൽ നിരന്തരം കൊണ്ടു നടക്കലും ആ ആദർശത്തിൽ നിന്ന് തെറ്റാതെ ജീവിക്കലും ഒക്കെയാണ് ആ പറയുന്നതിന്റെ ഉദ്ദേശം. അതിന് നേരെ എതിരായിട്ട് ഖുൽ ഹുവല്ലാഹു ഓതിയ സ്വർഗം കിട്ടുന്നല്ല. ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സൂറത്തുൽ മുൽക്ക് സൂറത്തുൻ മിനൽ ഖുർആനി 30 ആയതൻ ഖാസമത അൻ സാഹിബിഹാ ഹത്താ ദഖലതുൽ ജന്ന വഹിയ സൂറത്തു തബാറക. അബൂദാവൂദിലും തിർമിദിയിലും കാണാം. വിശുദ്ധ ഖുർആനിലെ 30 ആയത്തുള്ള ഒരു സൂറത്ത്. അങ്ങനെയാ റസൂലുള്ളാഹി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനിലെ 30 ആയത്തുള്ള ഒരു സൂറത്ത്. അത് അതിന്റെ അനുയായിക്ക് വേണ്ടി അള്ളാഹിനോട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും, വാദിച്ചുകൊണ്ടിരിക്കും. സ്വർഗത്തിലാണ് കടത്തോളം. ആ സൂറത്ത് റെക്കമെൻഡ് പറഞ്ഞുകൊണ്ടിരിക്കും. ഖുർആൻ ശുപാർശ പറയും, നോമ്പ് ശുപാർശ പറയും എന്നൊക്കെ ഹദീസുകൾ നമ്മൾ കേട്ടതാണ്. എന്താ അതിന്റെ രൂപം നമുക്കറിയില്ല, അല്ലാഹു അഅലം. പക്ഷെ അവിടുന്ന് പറയാണ്, വഹിയ സൂറത്തു തബാറക, തബാറകല്ലദീ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്ക് അത് പാരായണം ചെയ്യുന്നവർക്ക് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രാത്രികളിലും അത് നിലനിർത്തിയിരുന്നു, എല്ലാ ദിവസവും നിലനിർത്തിയിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്വർഗാവകാശിയാകാൻ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു ഹദീസുണ്ട്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിദംബിക അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇതെല്ലാവർക്കും അറിയാം. നമ്മൾ ഒരുപാട് ഖുതുബകളിലൂടെ ക്ലാസുകളിലൂടെ ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ആരെങ്കിലും ഇത് അറിയില്ലെങ്കിൽ പഠിക്കണം. ഇത് പഠിച്ചിട്ട് എന്താ അവിടുന്ന് പറഞ്ഞത്?
മൻ ഖാലഹാ മിനൻ നഹാരി മുഖിനം ബിഹാ, ആരെങ്കിലും ഇത് പകലിൽ ഇത് ദൃഢമായ വിശ്വാസത്തോടെ ചൊല്ലിയാൽ ഫമാത മിൻ യൗമിഹി ഖബ്ല അൻ യുംസിയ, വൈകുന്നേരമാകുന്നതിന്റെ മുമ്പ് അയാൾ മരണപ്പെട്ടുവെങ്കിൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അയാൾ സ്വർഗാവകാശികളിലാണ്. പകൽ ഇത് പറഞ്ഞ് രാത്രിയാകുന്നതിന് മുമ്പ് മരിച്ചാൽ അയാൾ സ്വർഗക്കാരനാണ്. ومن قالها من الليل وهو موقن بها فمات قبل أن يصبح فهو من أهل الجنة. ആരെങ്കിലും ഇത് രാത്രിയിൽ വിശ്വാസദാർഢ്യതയോടുകൂടെ പറഞ്ഞാൽ പ്രഭാതമാകും മുമ്പ് അയാൾ മരണപ്പെട്ടുവെങ്കിൽ അയാളും സ്വർഗാവകാശിയാകുന്നു. ഈ ദിക്ർ, ഈ ഇസ്തിഗ്ഫാറിന്റെ ദുആ മറക്കരുത്. എല്ലാ ദിവസവും അത് പറഞ്ഞു എന്ന് ഉറപ്പുവരുത്തണം. പകല് സുബൈ കഴിഞ്ഞേക്കാനാണ് പറഞ്ഞോളാം, പിന്നെ മറക്കൂല. മറ്റത് മഗ്രിബിന്റെ തൊട്ട് മുമ്പ്, ഇനി മറന്നാ മഗ്രിബിന്റെ ശേഷമെങ്കിലും ഉടനെ അങ്ങ് പറഞ്ഞേക്കാം. ഏതെങ്കിലും ഒരു പകൽ നേരത്തായിരിക്കും നമ്മുടെ മരണം, ഏതെങ്കിലും ഒരു രാത്രിയുടെ സെക്കൻഡിലായിരിക്കും നമ്മുടെ മരണം. പകല് പറഞ്ഞു രാത്രിയാകുന്നതിന് മുമ്പ് മരിച്ച സ്വർഗക്കാരൻ, രാത്രി പറഞ്ഞു പകലാകുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ സ്വർഗക്കാരൻ. എല്ലാ ദിവസവും ഇത് പറഞ്ഞു എന്ന് ഉറപ്പുവരുത്തണം. നമ്മളൊരു രോഗിയെ ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിൽ ആ രോഗിക്കത് അയാളെ കൊണ്ടത് പറയിപ്പിക്കണം. പ്രഭാതമായി കഴിഞ്ഞാൽ രോഗിയെ ശുശ്രൂഷിക്കുന്നവരൊക്കെ ഉമ്മ നിങ്ങളിത് പറഞ്ഞു, അതിന് ഉമ്മ പണ്ട് പഠിക്കണം. ആഫിയത്തുള്ള കാലത്ത് പഠിപ്പിച്ചു കൊടുത്താലേ ഇത് ഓർമ്മ വരുള്ളൂ. ആഫിയത്തുള്ള കാലത്ത് നമ്മളിത് ചെയ്യുമ്പോഴേ നമുക്കത് ഓർമ്മ വരുള്ളൂ. ആഫിയത്തുള്ള കാലത്ത് ചെയ്യുന്നതേ നമുക്ക് വളരെ തളർന്നു കിടക്കുന്ന കാലത്ത് ഉപകരിക്കുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധ വേണം. നമ്മളിതൊക്കെ പകർന്നു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളും നമ്മുടെ മക്കളും ഒക്കെ ഇത് പറഞ്ഞു എന്ന് ഉറപ്പുവരുത്തണം എല്ലാ ദിവസവും. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞു, അലാ ദുല്ലുക അലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗ്ഗ കവാടങ്ങളിൽപ്പെട്ട ഒരു കവാടത്തെ കുറിച്ച് അറിയിച്ചു തരട്ടെയോ? ഇവിടുന്ന് പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗീയ നിധി കുംഭങ്ങളിൽപ്പെട്ട ഒരു നിധിയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് ദിക്റാണ്, അത് പറയണം, അത് പറയണം. ഉളുവെടുത്താൽ ശേഷമുള്ള ദിക്ർ ചൊല്ലുന്നവർക്ക് സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെടുമെന്നത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഉളുവിന്റെ ശേഷമുള്ള ദുആ ദിക്ർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങുന്ന ദിക്ർ മറന്നുപോകരുത്, ഞാൻ ആവർത്തിക്കുന്നില്ല. സ്വർഗത്തെ പറ്റി പറഞ്ഞ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി എവിടുന്ന് പറയാണ്, മന്നദ്ദന സിൻതയ്യശറത സനതൻ വജബത് ലഹുൽ ജന്ന وكتب له بتأذينه في كل يوم 60 حسنة ولكل إقامة 30 حسنة. ആരെങ്കിലും 12 കൊല്ലം ബാങ്ക് വിളിച്ചാൽ, 12 കൊല്ലം ബാങ്ക് വിളിച്ചാൽ സ്വർഗം അവന് അനിവാര്യമായി. ഓരോ ബാങ്കിനും, ഓരോ ദിവസത്തെ ബാങ്കിനും 60 പുണ്യം, ഓരോ ഇഖാമത്തിനും 30 പുണ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഒക്കെ മഹത്വവും പുണ്യവും സ്വർഗം നേടാനുള്ള പാതയായി പറയുകയാണ്. അള്ളാഹ്ക്ക് വേണ്ടി ബാങ്ക് വിളിക്കുക, അള്ളാന്റെ അടുത്തുനിന്ന് കൂലിയിട്ടണം. അള്ളാന്റെ അടുത്തുനിന്ന് കൂലിയിട്ടാനാ ഞാനത് ചെയ്യുന്നത്. ഉദ്ദേശത്തിൽ ഒരിക്കലും കപടത വന്ന് ചേരാതെ റബ്ബിന്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് നമ്മളത് ചെയ്താൽ നമുക്കതിന്റെ പുണ്യമുണ്ട്. ഇനി അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വർഗത്തെ തേടിക്കൊണ്ടിരിക്കുന്നവർക്ക് സ്വർഗം തന്നെ ശുപാർശ പറയുകയാണ്. മൻ സഅലല്ലാഹൽ ജന്നത സലാസ മറാത്തിൻ ഖാലത്തിൽ ജന്നത്തു അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിനോട് 3 തവണ സ്വർഗത്തിന് ചോദിച്ചാൽ സ്വർഗം പറയും റബ്ബിനോട്, റബ്ബേ അല്ലാഹുമ്മ, അല്ലാഹുവേ, അദ്ഖിൽഹുൽ ജന്ന, അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹു സ്വർഗം പറയും. എല്ലാ ദിവസവും നമ്മളൊരു 3 തവണയെങ്കിലും രാവിലെ വൈകുന്നേരം സ്വർഗം ചോദിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. സ്വർഗം ചോദിക്കുക. സ്വർഗം ചോദിച്ചാൽ സ്വർഗം അല്ലാഹുവോട് പറയും, എന്നിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കണേ. വമൻ ഇസ്തജാറ മിനൻ നാരി 3 മറാത്തിൻ, ആരെങ്കിലും നരകത്തിയിൽ നിന്ന് 3 തവണ കാവൽ ചോദിച്ചാൽ നരകം പറയും, അല്ലാഹുമ്മ അജിറുഹു മിനൻ നാർ, നരകത്തിയിൽ നിന്ന് ആ മനുഷ്യനെ രക്ഷിക്കണേ അല്ലാഹ്. നരകം പറയും. അപ്പൊ സ്വർഗത്തിന് വേണ്ടി 3 തവണ, നരകത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി 3 തവണ എല്ലാ ദിവസവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. സ്വർഗം നേടാനുള്ള, നരകത്തിൽ നിന്ന് കാവൽ കിട്ടാനുള്ള ഒരു മാർഗമാണ്. ഇനി സഹോദരന്മാരെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അവസാനം ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മളിങ്ങനെ വിചാരിക്കേണ്ട സ്വർഗം എന്ന് പറയുന്നത് നമ്മൾ അമല് ചെയ്തതിന് പകരം കിട്ടണം, അതിന്റെ പകരം തരാൻ മാത്രമുള്ള ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാന്റെ ഫളല് വേണം, അള്ളാന്റെ റഹ്മത്ത് വേണം അതിൽ കിടക്കണമെങ്കിൽ. ഇവിടുന്ന് പറഞ്ഞു, ലൻ യുദ്ഖില അഹദൻ മിൻകും അമലഹുൽ ജന്ന, നിങ്ങളിൽ ഒരാളെയും സ്വർഗത്തിലേക്ക് അവന്റെ അമല് പ്രവേശിപ്പിക്കൂല.
അവന്റെ അമല് കൊണ്ട് ആരും അഹങ്കരിക്കണ്ട, ഞാൻ പണിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അവിടെ ഉറപ്പാണെന്നൊന്നും വിചാരിക്കണ്ട. ഖാലൂ, സഹാബത്ത് ചോദിക്കുകയാണ്, വലാ അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങയുടെ കാര്യവും അങ്ങനെ തന്നെയാണോ? നിങ്ങളും അങ്ങനെ തന്നെയാ? നിങ്ങളും അമല് കൊണ്ട് കിടക്കൂലേ? നിങ്ങളാരും അങ്ങനെ തന്നെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ അനാ, ഞാനും കിടക്കൂല, ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു മിൻഹു ബിഫദ്ലിൻ വറഹ്മത്തിൻ, അല്ലാഹു അവന്റെ പക്കൽ നിന്നുള്ള പ്രത്യേകമായ ഔദാര്യവും അവന്റെ കാരുണ്യവും എന്നെയും പൊതിഞ്ഞ് ആവരണം ചെയ്താലല്ലാതെ എനിക്കും സ്വർഗമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അമല് ചെയ്യേണ്ടെന്ന് ഇതിനർത്ഥമല്ലല്ലോ. സ്വർഗം കിട്ടുന്ന പല കാര്യങ്ങളും പറഞ്ഞിടത്ത് ഖുർആൻ പലയിടത്തും എന്താ പറയുന്നത്? ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ തന്നെ പറയാം. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവര് പ്രവർത്തിച്ചതിന് പ്രതിഫലമായിക്കൊണ്ട്. ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന് പകരമായിക്കൊണ്ട് പ്രതിഫലമായിക്കൊണ്ട് എന്നൊക്കെ അല്ലാഹു പറയുന്നുണ്ട്. അപ്പൊ എന്താ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം? എന്താ പിന്നെ ഈ പറഞ്ഞത്? നമ്മളെ അമല് കൊണ്ട് മാത്രമാണ് സ്വർഗം കിട്ടാനൊന്നും അമല് ചെയ്യാൻ നമുക്ക് കഴിയൂല. അത് നമ്മൾ അത്രയൊന്നും എത്തൂല. അല്ലാഹു നമുക്ക് അത്രയും തന്നിട്ടുണ്ട്. അല്ലാഹു തന്ന ഒരനുഗ്രഹത്തിന് ശുക്രാവൂല നമ്മളെ കാലാകാലുള്ള ഇബാദത്ത്. അതുകൊണ്ട് അമലുകൊണ്ട് മാത്രമായിട്ടല്ല, പിന്നെ പടച്ചോൻ അമലുകൾ കാരണമാക്കും. നമ്മൾ അല്ലാഹുവിനെ ധിക്കരിച്ചിട്ടില്ല, അമലിനെ കൊണ്ട് കഴിയണമായി ചെയ്തിട്ടുണ്ട് എന്ന നിലക്ക് ആ അമലിനെ അല്ലാഹു ഒരു സബബാക്കിയിട്ട്, ഒരു കാരണമാക്കിയിട്ട് അവന്റെ പ്രത്യേകമായ ഫദ്ലും റഹ്മത്തും നമ്മിൽ ചൊരിഞ്ഞു തന്നുകൊണ്ട് അവൻ നമുക്ക് സ്വർഗം തരും എന്നാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് എപ്പോഴും അമല് സ്വീകരിക്കാനും അള്ളാഹുവിന്റെ ഫദ്ലും റഹ്മത്തും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക എന്ന് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ചോദിക്കുന്നില്ലേ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക, എന്റെ ഫദ്ല് തരണം, ഔദാര്യം